പാസ്റ്ററുടെ മിനിസ്ട്രിയിൽ ഈ കുറച്ച് കാലമായിട്ട് വളരെ പ്രകടമായി നിൽക്കുന്ന ഒരു മിനിസ്ട്രി, അതിശക്തമായി നടക്കുന്ന ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത് പ്രൊഫറ്റിക് തലത്തിൽ അങ്ങ് ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ്. ഹൗ ഡു യു ഡു ദിസ്? ഇതെങ്ങനെയാണ് ഈ മിനിസ്ട്രി ഓപ്പറേറ്റ് ചെയ്യുന്നത്? വെൽക്കം ടു പാസ്റ്റർ ടിനു ജോർജ് സ്പിരിച്വൽ ടോക്ക് പോഡ്കാസ്റ്റ് വീഡിയോ. അങ്ങ് ഈ മിനിസ്ട്രി ചെയ്യുമ്പോൾ ഈ പേരുകൾ എങ്ങനെയാണ് വെളിപ്പെട്ട് കിട്ടുന്നത്? അത് സ്ക്രീനിൽ കാണുന്നത് പോലെ കാണുകയാണോ, അതോ അത് കേൾക്കുകയാണോ, അതോ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയോ അല്ലെങ്കിൽ ആ ഒരു പ്രേരണയോ അത് വരികയാണോ? എങ്ങനെയാണ് ആ മിനിസ്ട്രി ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, ഇന്ന് ശുശ്രൂഷയിലേക്ക് ആ നിലവാരത്തിലുള്ള ശുശ്രൂഷ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് അത് വളരെ പ്രയോജനകരമായിരിക്കും. കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം തന്നെ നമ്മൾ ചർച്ച ചെയ്തതും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ദൈവവചനത്തിലൂടെയൊക്കെ നമ്മൾ പഠിപ്പിച്ചതെല്ലാം ദൈവിക കൃപാദാനങ്ങളെക്കുറിച്ചും കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും ഒക്കെ തന്നെയാണ്, പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെയാണ്. പക്ഷെ എല്ലാ എപ്പിസോഡിലും ഞാൻ ഒരുപോലെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റുണ്ട്. കർത്താവിൻ്റെ ശുശ്രൂഷ ഒരിക്കലും ഒരു കഴിവല്ല, കഴിവ് തെളിയിക്കലല്ല, ആരുടെയും മിടുക്കല്ല. അത് ദൈവത്തിൻ്റെ ദാനമായി നമ്മളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓപ്പറേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെട്ടു വരുന്ന ഒന്ന് മാത്രമാണ്. അതാത് കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ പദ്ധതിക്കായി, ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി ദൈവം ഓരോരുത്തരെ എഴുന്നേൽപ്പിച്ച് അഭിഷേകം ചെയ്ത് തൻ്റെ ദൗത്യങ്ങളെ, തൻ്റെ പദ്ധതികളെ താൻ നിവർത്തിക്കുന്നു. അതിന് ദൈവവും തൻ്റെ കരുണയാൽ, കൃപയാൽ നമ്മളെയും തിരഞ്ഞെടുത്തു, നമ്മളെയും ഒരു ഉപകരണമായി ദൈവം നിർത്തി ഉപയോഗിക്കുന്നു. നമ്മൾ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നു. നമ്മളെന്തോ ചെയ്യുവല്ല, നമ്മൾ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നു. ദ പ്രോഫറ്റിക്. വാവ്, വളരെ ആവേശകരമായ ഒരു എപ്പിസോഡാണിത്. പ്രവചന ശുശ്രൂഷ അതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നു, എന്താണ് അതിൻ്റെ വിവിധ തലങ്ങൾ, അതെങ്ങനെ പ്രാപിക്കാം? വെൽക്കം ബാക്ക് വൺസ് അഗെയിൻ ടു പാസ്റ്റർ ടിനു ജോർജ് സ്പിരിച്വൽ ടോക്ക് പോഡ്കാസ്റ്റ്. Spiritual Talk with Pastor Tinu George. പ്രവചന ശുശ്രൂഷ നടക്കുന്നത് ഒരിക്കലെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ശുശ്രൂഷയുടെ മാഗ്നിറ്റ്യൂഡ്, അതിൻ്റെ ആഴവും പരപ്പും നിങ്ങൾക്ക് മനസ്സിലാകും. തകർന്ന് തരിപ്പണമായി കിടക്കുന്ന വ്യക്തികളെ, അവരുടെ ജീവിതത്തിലെ രഹസ്യങ്ങൾ, അവരുടെ ജീവിതത്തിൽ അവർ പോലും അറിയാതെ മറഞ്ഞു കിടക്കുന്ന ഹൃദയരഹസ്യങ്ങൾ അത് കണ്ട്, ആത്മാവിൽ അത് ദർശിച്ച് അവരുടെ ജീവിതത്തെ സെറ്റിൽ ചെയ്യുന്ന, അവരെ വിടുതലിലേക്ക് കൈപിടിച്ച് കയറ്റുന്ന ആ ശുശ്രൂഷയുടെ ആഴം അത്ര വലുതാണ്. ഇത്തരത്തിൽ ഉപയോഗപ്പെടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നെവർ മിസ് ദിസ് എപ്പിസോഡ്. മുഴുവൻ അത് കാണണം, വളരെ ശ്രദ്ധയോടെ കേൾക്കണം. നോട്ട്ബുക്ക് എടുത്ത് ഇതിനകത്തെ പ്രധാനപ്പെട്ട പോയിൻറ്റുകൾ നിങ്ങൾ എഴുതിയെടുക്കണം. അതിനുവേണ്ടി വാഞ്ചിക്കണം, അതിനുവേണ്ടി ദാഹിക്കണം. കാരണം 1 കൊരിന്ത്യർ 14:1 പൗലോസ് പറയുന്നത് അതാണ്: വരങ്ങളെ വാഞ്ചിക്കണം, വിശേഷാൽ പ്രവചനവരം വാഞ്ചിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ആഗ്രഹങ്ങളുടെ കൂമ്പാരങ്ങൾ ധാരാളമുണ്ട്. കുഞ്ഞിക്കാല് മുതൽ കോഴിക്കാല് വരെ നീണ്ടുകിടക്കുന്ന ധാരാളമായ നമ്മളുടെ ആഗ്രഹങ്ങൾ, അതിൻ്റെ ഒരു ലിസ്റ്റ് വലുതാണ്. പക്ഷേ ഒരു ആത്മീയ മനുഷ്യന് അവൻ്റെ ആഗ്രഹങ്ങളുടെ ഒരു കൂമ്പാരമെടുത്താൽ അതിനകത്ത് ഏറ്റവും മുകളിൽ നിൽക്കുന്നത് ആത്മീയമായ അഭിലാഷങ്ങളായിരിക്കും, വാഞ്ചകളായിരിക്കും. ആ വാഞ്ചയോടെ ഈ എപ്പിസോഡ് കേൾക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ടിനു പാസ്റ്ററുടെ മിനിസ്ട്രിയിൽ ഈ കുറച്ച് കാലമായിട്ട് വളരെ പ്രകടമായി നിൽക്കുന്ന ഒരു മിനിസ്ട്രി, അതിശക്തമായി നടക്കുന്ന ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത് പ്രൊഫറ്റിക് തലത്തിൽ അങ്ങ് ചെയ്യുന്നൊരു ശുശ്രൂഷയാണ്. പെട്ടെന്ന് തന്നെ ആ മീറ്റിങ്ങിൻ്റെ അന്തരീക്ഷം ഷിഫ്റ്റ് ആവുന്നു. കാര്യങ്ങൾ, പാസ്റ്ററുടെ മുഖഭാവം പോലും ആ സമയത്ത് വ്യത്യസ്തമാകുന്നു. പാസ്റ്റർ ചില കാര്യങ്ങളെ കാണുന്നു, അത് ജനത്തോട് പറയുന്നു, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ച് അവരുടെ ഡീറ്റെയിൽസ് പറയുന്നു. പ്രത്യേകിച്ച് പേരുകൾ വെളിപ്പെടുത്തുന്നു, അവരുടെ കുടുംബാംഗങ്ങളുടെ ഡീറ്റെയിൽസ് വെളിപ്പെടുത്തുന്നു, അവർ ജോലി ചെയ്യുന്ന സ്ഥലം, അല്ലെങ്കിൽ അവരുടെ ഭവനം ഇരിക്കുന്ന ഇടം, ഇങ്ങനെയുള്ള വീട്ടുപേരുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും, അവരുടെ ബർത്ത് ഡേറ്റ് പോലും പറയുന്നു. അങ്ങനെ പറഞ്ഞിട്ട്
അവരെക്കുറിച്ചുള്ള വളരെ കൃത്യമായിട്ടുള്ള പ്രവചന ദൂതുകൾ പറയുന്നു. ആത്യന്തികമായിട്ട് ആ വ്യക്തികളെ അവരുടെ തകർച്ചകളിൽ നിന്ന്, അവരുടെ പ്രതിസന്ധികളിൽ നിന്ന് പൊക്കിയെടുക്കുന്ന നിലവാരത്തിൽ അവരുടെ ജീവിതത്തെ സെറ്റിൽ ചെയ്യുന്ന ഒരു ശുശ്രൂഷ അതിശക്തമായി ഈ കാലഘട്ടത്തിൽ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ചോദിച്ച് നിർത്തിയത് ഇതാണ്: ഹൗ ഡു യു ഡൂ ദിസ്? ഇതെങ്ങനെയാണ് ഈ മിനിസ്ട്രി ഓപ്പറേറ്റ് ചെയ്യുന്നത്? അങ്ങ് ഈ മിനിസ്ട്രി ചെയ്യുമ്പോൾ ഈ പേരുകൾ എങ്ങനെയാണ് വെളിപ്പെട്ട് കിട്ടുന്നത്? അത് സ്ക്രീനിൽ കാണുന്നത് പോലെ കാണുകയാണോ, അതോ അത് കേൾക്കുകയാണോ, അതോ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയോ അല്ലെങ്കിൽ ആ ഒരു പ്രേരണയോ അത് വരികയാണോ? എങ്ങനെയാണ് ആ മിനിസ്ട്രി ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, ഇന്ന് ശുശ്രൂഷയിലേക്ക് ആ നിലവാരത്തിലുള്ള ശുശ്രൂഷ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് അത് വളരെ പ്രയോജനകരമായിരിക്കും. ക്യാൻ യു പ്ലീസ് എക്സ്പ്ലെയിൻ ഹൗ? നമ്മുടെ ഈ പോഡ്കാസ്റ്റിൽ കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം തന്നെ നമ്മൾ ചർച്ച ചെയ്തതും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ദൈവവചനത്തിലൂടെയൊക്കെ നമ്മൾ പഠിപ്പിച്ചതെല്ലാം ദൈവിക കൃപാദാനങ്ങളെക്കുറിച്ചും കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും ഒക്കെ തന്നെയാണ്, പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെയാണ്. പക്ഷേ എല്ലാ എപ്പിസോഡിലും ഞാൻ ഒരുപോലെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റുണ്ട്: കർത്താവിൻ്റെ ശുശ്രൂഷ ഒരിക്കലും ഒരു കഴിവല്ല, കഴിവ് തെളിയിക്കലല്ല, ആരുടെയും മിടുക്കല്ല. അത് ദൈവത്തിൻ്റെ ദാനമായി നമ്മളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓപ്പറേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെട്ടു വരുന്ന ഒന്ന് മാത്രമാണ്. അതാത് കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ പദ്ധതിക്കായി, ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി ദൈവം ഓരോരുത്തരെ എഴുന്നേൽപ്പിച്ച് അഭിഷേകം ചെയ്ത് തൻ്റെ ദൗത്യങ്ങളെ, തൻ്റെ പദ്ധതികളെ താൻ നിവർത്തിക്കുന്നു. അതിന് ദൈവവും തൻ്റെ കരുണയാൽ, കൃപയാൽ നമ്മളെയും തിരഞ്ഞെടുത്തു. നമ്മളെയും ഒരു ഉപകരണമായി ദൈവം നിർത്തി ഉപയോഗിക്കുന്നു. നമ്മൾ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നു. നമ്മളെന്തോ ചെയ്യുവല്ല, നമ്മൾ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നു. ഒരു അയൺ ബോൾ ഒരു മാഗ്നറ്റിനകത്ത് പിടിച്ച് നിൽക്കുന്നത് പോലെ നമ്മൾ നിൽക്കുന്നു. ഈ മാഗ്നറ്റ്, ഈ ശക്തി അങ്ങ് പുറകോട്ട് വലിഞ്ഞാൽ പിന്നെ ഈ അയൺ ബോളിന് തന്നെ നിലനിൽപ്പില്ല, അത് തറയിൽ പോവും. ഇതുപോലെ കർത്താവ് നമ്മളെ ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാ മഹത്വവും കർത്താവിന്. എന്നാൽ സാറിപ്പം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്പിരിച്വൽ ഗിഫ്റ്റുകളെ കുറിച്ചാണ്. ആ സ്പിരിച്വൽ ഗിഫ്റ്റിൽ വോക്കൽ ഗിഫ്റ്റ് എന്നുള്ള വിഷയമാണ്, ശബ്ദം അല്ലേ. ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടങ്സ്, പലവിധ ഭാഷകൾ, ഭാഷകളുടെ വ്യാഖ്യാനം, പ്രവചനം, ഈ 3 കാര്യങ്ങളാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് 3 ശബ്ദമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു ശബ്ദമാണ്. ഒരു ദൈവദാസൻ, ഒരു പ്രീച്ചർ, ഒരു പ്രവാചകൻ എന്ന് പറയുന്ന ഒരു വോയിസ് തന്നെയാണ്. ഇപ്പോൾ യോഹന്നാൻ സ്നാപകൻ എന്താ ആ യോർദാനിൽ നിന്നുകൊണ്ട് പറഞ്ഞ, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം ഇത്, അല്ലെങ്കിൽ വാക്ക്. അന്നത്തെ കാലത്ത് ആ സീസണിൽ ജോൺ ദി ബാപ്റ്റിസ്റ്റ് എന്ന് പറയുന്നത്, സ്നാപക യോഹന്നാൻ എന്ന് പറയുന്നത് ഒരു വോയിസ് ആയിരുന്നു. ആ കാലഘട്ടത്തിൻ്റെ ശബ്ദമായിരുന്നു. നമ്മളെല്ലാവരും അതൊക്കെ തന്നെയാണ്. അങ്ങനെ ആകണം എന്ന ദൈവം ആഗ്രഹിക്കുന്നത്. വോക്കൽ ഗിഫ്റ്റുകൾക്കകത്ത് ടങ്സ് ഉണ്ട്, വിവിധ ഭാഷകളുണ്ട്, ഭാഷകളുടെ വ്യാഖ്യാനം, അതെല്ലാം 1 കൊരിന്ത്യർ 14 12 ഒക്കെ ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സവിസ്തരമായി പഠിക്കേണ്ട ഒരു വിഷയമാണ്, നമ്മൾ അതിലേക്ക് വരും ദൈവം അനുവദിച്ചാൽ. എന്നാൽ അതിനകത്ത് ഇന്ന് റിജോയ് സാർ ഈ പോഡ്കാസ്റ്റ്, നമ്മുടെ ഈ ഒരു സ്പിരിച്വൽ ടോക്ക് തുടങ്ങിയപ്പോൾ തന്നെ ചോദിച്ചത് പ്രൊഫറ്റിക്കിനെ കുറിച്ചാണ്. അപ്പോൾ സാറേ, 1999 രക്ഷിക്കപ്പെടുവാനും കർത്താവിനെ അറിയുവാനും ഒരു യാഥാസ്ഥിതിക സാമുദായിക കുടുംബത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് കർത്താവ് കൃപ ചെയ്തു. അന്ന് ദൈവം എന്നെ അഭിഷേകം ചെയ്ത ആ ഒരു കാലഘട്ടം മുതൽക്ക്, ആ സമയം മുതൽക്ക് തന്നെ ഈ ഒരു പ്രൊഫറ്റിക്കായിട്ട്, അല്ലെങ്കിൽ ആളുകളോട് ദൈവിക ആലോചന അറിയിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് പറയുമ്പോൾ ദൈവം അത് ചെയ്യുന്നതൊക്കെ കാണാനായിട്ട് കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. അന്ന് മുതലേ ഞാൻ ഓർക്കുന്നു, ഇപ്പോൾ 2024 തോന്നുന്നു, നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നൊരു ടെസ്റ്റ് മണിയാണത്. ഈ 2024 നമ്മുടെ എറണാകുളം ചർച്ചിലൊരു ബാങ്ക് മാനേജറായിട്ടുള്ള ഒരു സഹോദരൻ വന്ന് പറഞ്ഞ ഒരു ടെസ്റ്റ് മണിയുണ്ട്. 2001 ചേർത്തലയിൽ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിൻ്റെ മീറ്റിങ്ങിന് ഞാൻ ശുശ്രൂഷിക്കാൻ പോയ സമയത്ത് അദ്ദേഹം ആ മീറ്റിങ്ങിന് പങ്കെടുത്ത ആളാണ്. അപ്പോൾ അന്ന് അദ്ദേഹത്തോട് പറഞ്ഞ 2001 ആ ന്യൂ ഇന്ത്യ ചർച്ചിൽ ചേർത്തലയിൽ വെച്ച് പുള്ളിയോട് പറഞ്ഞ ആ പ്രൊഫസി പുള്ളിയുടെ മേളിൽ നിറവേറിയതും ദൈവം ചെയ്തതും ഒക്കെ ഈ 2024, പിന്നെ അതിനുശേഷം ഞാൻ പുള്ളിയെ കണ്ടിട്ടില്ല. അദ്ദേഹം വന്ന ആ സാക്ഷ്യം അവിടെ വിളിച്ചു പറഞ്ഞത് നമ്മളെല്ലാം കേട്ടതാണ്. അപ്പോൾ ഈ പ്രൊഫറ്റിക്കിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, അത് എല്ലാവരും ഈ
മെസ്സേജ് കേൾക്കുന്ന എല്ലാവരും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വാഗ്ദത്വമെങ്കിലും നിങ്ങൾക്കുണ്ട്. ബൈബിൾ ഒരു പ്രവചന പുസ്തകമാണ്, ചരിത്ര പുസ്തകമാണ്, പ്രവചന പുസ്തകമാണ്, വിശ്വാസഗ്രന്ഥമാണ്, ദൈവത്തിൻ്റെ ആലോചനയാണ്, ദൈവശ്വാസീയമാണ്. അല്ലേ? ദൈവവചനമെന്ന് പറയുന്നത് ദൈവമാണ്. അതെ. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് ഒത്തിരി പ്രവചനങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് വിശ്വസിക്കാനും സ്വീകരിക്കാനും ഏറ്റെടുക്കാനും ഒക്കെ തന്നിരിക്കുന്ന പ്രവചനമാണ്. എൻ്റെ ഒരു ചിന്തയിലും വിശ്വാസത്തിലും ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന പ്രവചനം ബൈബിൾ പ്രവചനങ്ങൾ തന്നെയാണ്. ഇപ്പോൾ യശയ്യാവിൻ്റെ പ്രവചന പുസ്തകത്തിൽ നിന്നോ അല്ലെങ്കിൽ ബൈബിളിലുടനീളമുള്ള ഏതെങ്കിലും ഒരു ഭാഗത്തിൽ നിന്നോ ഒരു വാക്യം എൻ്റെ ജീവിതത്തിലെ വ്യക്തിപരമായ ഒരു പ്രതികൂലത്തിൻ്റെ വിഷമത്തിൻ്റെയൊക്കെ നടുവിൽ കർത്താവ് എനിക്കൊരു വചനം തന്നാൽ എനിക്ക് അതുപോലൊരു ഉറപ്പ് വേറെ ഒന്നിലുമില്ല, ഒരു അഷുറൻസ്, ഒരു ഉറപ്പ് വേറെ ഒന്നിലുമില്ല. ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന പ്രവചനം ഒരു മനുഷ്യൻ എന്നോട് പറയുന്ന പ്രവചനങ്ങൾക്കപ്പുറമായി ദൈവവചനമാകുന്ന ആ പ്രൊഫറ്റിക്കിനെ, ആ വചനത്തെ, ആ ആലോചനയെ, ആ ദൂതിനെ ഞാൻ വിശ്വസിക്കുന്നു, ഏറ്റെടുക്കുന്നു, ഉറയ്ക്കുന്നു. അതിനകത്ത് അല്പം പോലും മായയില്ല, അല്പം പോലും കളങ്കമില്ല, അല്പം പോലും സംശയിക്കേണ്ടതില്ല. അത് പ്യുവറാണ്. എന്നാൽ ഈ എസ്രായുടെ പുസ്തകത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിലാണെന്ന് എനിക്ക് തോന്നുന്നത്. അവിടെ എഴുതിയിട്ടുണ്ട്, യഹൂദാ മൂപ്പന്മാർ പണിതു, ഇദ്ദോവിൻ്റെ മകനായ സക്രിയാവും ഹഗ്ഗായി പ്രവാചകനും പ്രവചിച്ചതിനാൽ അവർക്ക് സാധിച്ചു. പ്രവചിച്ചതിനാൽ അവർക്ക് സാധിച്ചു. അപ്പോൾ യഹൂദാ മൂപ്പന്മാരുടെ പണത്തിനും അവരുടെ കഴിവിനും അവരുടെ പ്രതാപങ്ങൾക്കും ഒന്നും ചെയ്തെടുക്കാൻ പറ്റാതെ പോയത്, അവർക്ക് സാധ്യമാക്കാൻ കഴിയാതെ പോയത് ഹഗ്ഗായിയുടെയും സക്രിയാവിൻ്റെയും പ്രവചന ശബ്ദത്തിൻ്റെ മുമ്പിൽ ദൈവം സാധിപ്പിച്ചു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പണത്തിനും കഴിവിനും പ്രതാപങ്ങൾക്കും നമ്മുടെ ബുദ്ധിക്കും സാമർഥ്യത്തിനും ഒന്നും നടത്തിയെടുക്കാൻ പറ്റാത്ത കാര്യം നമ്മുടെ മേളിൽ വെളിപ്പെടുന്ന ഒരു പ്രൊഫറ്റിക് ഡിക്ലറേഷന് അല്ലെങ്കിൽ ഒരു പ്രൊഫസിക്ക്, ആ വാഗ്ദത്വത്തിന് നിർവഹിക്കുവാൻ, നിറവേറ്റുവാൻ കഴിയും. അപ്പോൾ ദാവീദിനെ നോക്കി പ്രവാചകനായ സാമുവേൽ അവൻ രാജാവാകുമെന്ന് പറയുമ്പോൾ ഒരു സാഹചര്യവും നമ്മളവിടെ കാണുന്നില്ല. പക്ഷേ ദാവീദ് രാജാവായി. ശൗലിനെ രാജാവായി അഭിഷേകം ചെയ്യുമ്പോൾ ശൗല് രാജാവാകാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. പക്ഷെ പ്രൊഫറ്റ് സാമുവേൽ അത് പറഞ്ഞതിനാൽ, അത് ചെയ്തതിനാൽ അവൻ രാജാവായി മാറി. അപ്പം നിശ്ചയമായിട്ടും നമ്മളെല്ലാവരും പാടും, വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്ക് പറഞ്ഞവൻ മാറുകില്ല, വാനവും ഭൂമിയും മാറിയിടുമേ, അവൻ്റെ വചനങ്ങൾക്കോ ഒരു മാറ്റമില്ല എന്ന്. പക്ഷെ അതൊരു സത്യമാണ്. അത് വിശ്വസിക്കാൻ നമുക്ക് കഴിയണം. പാടാൻ മാത്രമല്ല, വെറുതെ പറയാൻ മാത്രമല്ല, അത് ബിലീവ് ചെയ്യാൻ, അത് വിശ്വസിക്കാൻ നമുക്ക് കഴിയണം. എന്നാൽ ഈ ഒത്തിരി ചെറുപ്പക്കാർ എൻ്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ വന്നിട്ട് പറയാറുണ്ട്, പാസ്റ്റർ ഈ ഒരു പ്രൊഫറ്റിക് മിനിസ്ട്രി എന്നിലും ഉണ്ടാകേണ്ടതിന് പാസ്റ്റർ പ്രാർത്ഥിക്കണം. കാരണം റിജോയ് സാറേ, ഇതെല്ലാം നമ്മുടെ ആഗ്രഹമാണ്. യഥാർത്ഥമായി 2 കാര്യങ്ങളുണ്ട്. ഒന്ന് വിളി, കോളിങ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഒരു എഞ്ചിനീയറിന് ഒരിക്കലും ഒരു ഡോക്ടർ ആകാൻ പറ്റത്തില്ല. ഒരു ഡോക്ടറിന് ഒരിക്കലും ഒരു എഞ്ചിനീയറിൻ്റെ പണി ചെയ്യാൻ പറ്റത്തില്ല. ഒരു പാസ്റ്റർ ചെയ്യുന്ന ദൗത്യം ഒരിക്കലും ഒരു ഡോക്ടറിന് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെ ഡോക്ടർ പാസ്റ്റർ ആവണം. ദൈവം അങ്ങനെ വിളിക്കണം. അപ്പം ദൈവം ഓരോരുത്തരെയും ഓരോ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ദൈവം ഏൽപ്പിച്ചത് നമുക്ക് ചെയ്യാൻ പറ്റണം. നമ്മളെപ്പോഴും നമ്മുടെ വിളിയെ തിരിച്ചറിയണം. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ വിളിയിലേക്ക് നിങ്ങൾ നോക്കുവീൻ. അല്ലേ? ആ വിളിയെ നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ മേളിൽ കിടക്കുന്ന കോളിംഗ് എന്തുവാണെന്നുള്ളത് ഫസ്റ്റിലെ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് എങ്ങും എത്താൻ പറ്റത്തില്ല. ഈ ചില ആളുകൾ എല്ലാ മീറ്റിങ്ങിനും പ്രാപിക്കാൻ റിസീവ് ചെയ്യാനാണ് പോകുന്നത്. ഞാൻ പലപ്പോഴും ഇവരെ നോക്കുമ്പോൾ ഇവർ ആ മീറ്റിങ്ങിനുമുണ്ട്, ഈ മീറ്റിങ്ങിനുമുണ്ട്, എല്ലാ മീറ്റിങ്ങിനും ഓടി നടക്കുക. അവരുടെ ആ നല്ല ആഗ്രഹത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യും. ആ ഒരു തേഴ്സ്റ്റിനെ, അവർക്ക് പ്രാപിക്കണമെന്നൊരു കൊതിയുണ്ടല്ലോ, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷെ അവർ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല, അവരിൽ പലരും, അവരുടെ കോളിംഗ് എന്താണ്, അവരുടെ വിളി എന്താണെന്ന്. അപ്പോൾ ആ വിളി എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റിയാൽ തീർച്ചയായിട്ടും നമുക്ക് ആ വിളിയിൽ വരാനും അതിനകത്ത് ശക്തരാകാനും കൂടുതൽ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട്, കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാനും പറ്റും. അപ്പോൾ പ്രൊഫറ്റിക്കിനകത്ത് ഇവരെന്നോട് ചോദിക്കും, ഇതെങ്ങനെ, ഹൗ ടു റിസീവ് ദ ഗിഫ്റ്റ് ഓഫ് പ്രൊഫറ്റിക്, എങ്ങനെയാണ് പ്രവചനത്തിൻ്റെ കൃപാദാനത്തെ പ്രാപിക്കാൻ കഴിയുന്നത്? സാറേ, 3 രീതിയിലുണ്ട്.
3 dimensions in the prophetic. 3 kinds, 3 രീതിയിൽ, 3 തലത്തിൽ. ഒന്ന് ഇൻബോൺ. 2 ഇംപ്ലാന്റ്. 3 ഇംപാർട്ട്. ഓക്കെ. ഇൻബോൺ പ്രോഫറ്റ്സ്, ഇംപ്ലാന്റ് പ്രോഫറ്റ്സ് ആൻഡ് ഇംപാർട്ട് ഇറ്റ്. അപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റിൽ ഒത്തിരി സമയം നമുക്ക് എടുക്കാനില്ല. ഈ 3 വിഷയവും ബൈബിളിൽ നിന്ന് തന്നെ 3 സംഭവത്തിലൂടെ, 3 വചനങ്ങളിലൂടെ തെളിയിക്കാം. ഇൻബോൺ പ്രോഫറ്റ്. അതിൽ ഇൻബോൺ പ്രോഫറ്റിൽ ഒരാളായിരുന്നു ജെറമായ. ജെറമായ പറയുന്നുണ്ട്, ജെറമായയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പേ, പിണ്ണാകാരമായിരുന്നപ്പോൾ തന്നെ ദൈവം ജെറമായെ കാണുകയും അഭിഷേകം ചെയ്യുകയും ചെയ്തു. എങ്ങനെ അഭിഷേകം ചെയ്തു? ജാതികൾക്കും രാജാക്കന്മാർക്കും പ്രവാചകനായി അഭിഷേകം ചെയ്തു. ജനിച്ചിട്ടില്ല ആൾ. ജനിക്കുന്നതിന് മുമ്പ് തന്നെ, ആ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ വിശുദ്ധീകരിച്ച് ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചു എന്ന് ജെറമ്യ 1:5 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ജെറമ്യ 1:5. അപ്പം ഒരു ഇൻബോൺ പ്രോഫറ്റായിരുന്നു ജെറമായ, അല്ലേ? ഇനി എന്തുവാണ് ഈ ഇംപ്ലാന്റ് എന്നുള്ളത് പറയാം. സ്ഥാപിച്ച അല്ലെങ്കിൽ ആ കരം ചെയ്തത്. ആമോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ പ്രവാചകനല്ലായിരുന്നു, പ്രവാചക ശിഷ്യനുമല്ലായിരുന്നു, ഞാൻ ഇടയനും കാട്ടത്തിപ്പഴം പെറുക്കി നടന്നവനുമായിരുന്നു, യഹോവയുടെ കരം എന്നെ പിടിച്ചു. അപ്പോൾ ആ ദൈവപുരുഷൻ പറയുന്ന വാക്കിൽ തന്നെ ഉണ്ട് അതിൻ്റെ കാര്യങ്ങൾ. ഞാൻ പ്രവാചകനല്ലായിരുന്നു, പ്രവാചക ശിഷ്യനും അല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ, ഇത് ഞാനൊരു ഇൻബോൺ പ്രൊഫറ്റും അല്ലായിരുന്നു, എന്നിൽ വെളിപ്പെട്ടതൊരു ഇമ്പാർട്ടേഷനും അല്ലായിരുന്നു. എന്നുവെച്ചാൽ ഞാൻ പ്രവാചക ശിഷ്യനല്ലായിരുന്നു, ഞാനൊരു പ്രൊഫറ്റിന്റെ കൂടെ നിന്ന്, ഒരു പ്രൊഫറ്റിന്റെ കൂടെ നടന്ന് ഞാനൊരു പ്രൊഫറ്റായ ആളല്ല. എന്നിലൊരു ഇമ്പാർട്ടേഷൻ ഉണ്ടായതല്ല. യഹോവയുടെ കൈ എന്നെ പിടിച്ചത്, ആ കരം എന്നിൽ അത് ഇംപ്ലാന്റ് ചെയ്തതാ. ആ കരം എന്നിൽ അത് ഇട്ടതാ. ആ കരം എന്നിൽ അത് പകർന്നതാണ്. മറ്റെന്തോ കാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ, മറ്റെന്തോ ഒരു കാര്യത്തിൽ നിന്നിരുന്ന ഒരാളിനെ ആ മറ്റൊരു ആത്മതലത്തിലേക്ക് ദൈവത്തിന്റെ കരം തന്നെ ഡയറക്ട്ലി അപ്പോയിന്റ് ചെയ്യുമായിരുന്നു. അത് ഇംപ്ലാന്റ് ചെയ്യപ്പെടുന്നു. അവനിൽ അത് ദൈവത്തിന്റെ കരം സ്ഥാപിക്കുകയായിരുന്നു. ഒരു പ്രൊഫറ്റിന്റെ കൂടെ നിന്ന് പ്രൊഫറ്റ് ആയതല്ല ആമോസ്. ഇൻബോൺ ആയിട്ട് ജെറമ്യയെ പോലെ പ്രൊഫറ്റ് ആയതുമല്ല. അപ്പം പ്രൊഫറ്റിക് തലത്തില് ഇൻബോൺ പ്രോഫറ്റ്സ് ഉണ്ട്. ഒത്തിരി പറയാനുണ്ട് കേട്ടോ, ഞാൻ എല്ലാം പറയാനുള്ള നേരം നമുക്കില്ലാത്തതുകൊണ്ട്. ഇൻബോൺ പ്രോഫറ്റ്സ് ഉണ്ട്, അതിലൊരാൾ ജെറമിയാണ്. 2 ഇംപ്ലാന്റഡ് ആണ്. അദ്ദേഹം പ്രൊഫറ്റും അല്ല, ഇൻബോൺ പ്രൊഫറ്റും അല്ലായിരുന്നു, ഇംപാർട്ടേഷനിൽ ഒരു പ്രവാചകന്റെ കൂടെ നിന്ന ആളും അല്ലായിരുന്നു. അതിൽ ആമോസ്. എന്നാൽ ഇംപാർട്ടേഷൻ, 3ാമത്തെ കാറ്റഗറിയാണ് ഇംപാർട്ടേഷൻ. അതിൽ നമുക്ക് ഒരു സംശയമില്ലാതെ പറയാം, എലീഷ ഏലിയാവിന്റെ കൂടെ നടന്ന് ഏറ്റവും ഒടുവിൽ ആ പ്രൊഫറ്റിക് മാൻഡിൽ, ഏലിയാവിന്റെ മേലുള്ള പുതപ്പ് എലീഷയുടെ മേളിൽ വീണു, അവനും പ്രവാചകനായി മാറി. അപ്പം ഇൻബോൺ, ഇംപ്ലാന്റ് ആൻഡ് ഇംപാർട്ട്, 3 രീതിയിൽ പ്രവചനത്തിന്റെ ആത്മാവ് നമ്മളിൽ കടന്നു വരാം. ദൈവത്താൽ, അതെല്ലാം ദൈവത്താൽ സംഭവിക്കുന്ന കാര്യമാണ്, മാനുഷികമല്ല. ഇതെല്ലാം ദൈവത്താൽ തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് കൂടുതലും ഞാനിന്ന് കണ്ടിരിക്കുന്നത്, കൂടുതലും ഞാനിന്ന് കാണുന്നത് ഈ 3ാമത്തെ കാറ്റഗറിയാണ്, ഇമ്പാർട്ടേഷനാണ്. അതിൽ കൃത്യമായ ഒരു പഠനം നമുക്കതിനകത്ത് ആവശ്യമുണ്ട്. കൃത്യമായ ഒരു ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ. ഈ ഇമ്പാർട്ടേഷൻ എന്ന് പറയുമ്പം അതിനകത്ത് നമുക്കൊരു റൈറ്റ് അസോസിയേഷൻ്റെ ആവശ്യമുണ്ട്. മനസ്സിലാകുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു MBBS കഴിഞ്ഞ ഒരു ഡോക്ടർ, അപ്പോൾ അതിൻ്റെ ഹയർ കാര്യങ്ങൾ പഠിക്കാൻ, അപ്പോൾ ആ മോക്ക് അല്ലെങ്കിൽ ആ മോന് ഒരു കാർഡിയോളജിസ്റ്റ് ആകണമെന്ന് ആഗ്രഹം. അപ്പോൾ അതിൻ്റെ PG എടുക്കാനായിട്ട് അത് പഠിക്കുന്ന സമയത്ത് അവർ റൗണ്ട്സിന് പോകുമ്പോൾ ഒരു കാർഡിയോളജിസ്റ്റ് സീനിയർ ഡോക്ടറിൻ്റെ കൂടെ റൗണ്ട്സിന് പോകും. ഒരു കാർഡിയോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു സീനിയർ ഡോക്ടറിൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്തുകൊണ്ടാണ് മറ്റൊരു കാർഡിയോളജിസ്റ്റ് ഡോക്ടർ എഴുന്നേറ്റ് വരുന്നത്, അല്ലേ? അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പീഡിയാട്രീഷ്യൻ ഡോക്ടറിൻ്റെ കൂടെ, ഒരു സീനിയർ ഡോക്ടറിൻ്റെ കൂടെ നിന്നാണ് മറ്റൊരു പീഡിയാട്രിക് ഡോക്ടർ എഴുന്നേറ്റ് വരുന്നത്. അപ്പോൾ എപ്പോഴും ഇതിനകത്ത് ഒരു റൈറ്റ് അസോസിയേഷൻ്റെ ആവശ്യമുണ്ട്, ഒരു റൈറ്റ് കണക്ഷൻ്റെ ആവശ്യമുണ്ട്. ഇവാഞ്ചലിസ്റ്റ് റെയ്നാർഡ് ബോങ്കെ, ഞാൻ എപ്പോഴും എൻ്റെ ഉദാഹരണങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കപ്പെടാറുണ്ട്. എനിക്ക് വലിയ ഇഷ്ടം കേട്ടോ. ഇവാഞ്ചലിസ്റ്റ് റെയ്നാർഡ് ബോങ്കെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റുണ്ട്,
The right connection and the right association will increase your grace and increase your anointing. ഓക്കെ. The wrong association and the wrong connection will destroy your ministry and destroy your anointing. അപ്പോൾ ജ്ഞാനിയോട് കൂടെ നടക്കാം, എന്നാൽ നീയും ജ്ഞാനിയാകും. നീ ആരുടെ കൂടെയാണോ അസോസിയേറ്റ് ചെയ്യപ്പെടുന്നത്, നീ അതായി മാറും എന്നാണ് ബൈബിൾ പറയുന്നത്. യെസ്. അപ്പോൾ ആ കറക്റ്റ് അസോസിയേഷൻ ഇമ്പോർട്ടൻ്റ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ഇവാഞ്ചലിസ്റ്റിക് കോളിങ്ങിൽ നിൽക്കുന്ന ഒരു ദൈവദാസൻ, സുവിശേഷം അറിയിക്കുന്ന സുവിശേഷകനായ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ഒരാൾ അതിൻ്റെ ഒരു ഡബിൾ പോർഷനിലേക്ക് കയറി വരണമെങ്കിൽ തന്നേക്കാൾ അധികമായി ആ ശുശ്രൂഷയിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന മറ്റൊരു കർത്തൃദാസൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യപ്പെടുന്നതും ആ ഒരു കൈവപ്പ് സ്വീകരിക്കുന്നതും തനിക്ക് ഒത്തിരി ബ്ലെസ്സിങ് ഉണ്ടാക്കും. അതിനെ ഡബിൾ ആക്കാനിടയാണ്. ഇപ്പോൾ ഒരു പ്രൊഫറ്റിക്കിൻ്റെ കോളിംഗ് ഉള്ള ഒരു ദൈവപുരുഷൻ, ഒരു പ്രൊഫറ്റിക്കിൻ്റെ കോളിംഗ് ഉള്ള ഒരാളാണെന്ന് പുള്ളിക്കറിയാം. എപ്പോഴും ഒരു സീനിയർ ആയിട്ടുള്ള ദൈവം ഉപയോഗിക്കുന്ന ഒരു പ്രൊഫറ്റിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് കൂടെ നിൽക്കുന്നത് തൻ്റെ മിനിസ്ട്രിയെ ഡബിളാക്കും. ആ കറക്റ്റ് കണക്ഷൻ, കറക്റ്റ് ബന്ധം. ഇപ്പോൾ ഒരിക്കലും ഒരു ഡോക്ടറിൻ്റെ കൂടെ ഒരു എഞ്ചിനീയർ നിന്നുകൊണ്ട് ഒരു ഗുണവുമില്ല. ഒരു ആർക്കിടെക്ട് എഞ്ചിനീയർ ഒരു ഡോക്ടർ കൂടെ അസോസിയേറ്റ് ചെയ്തുകൊണ്ട് രണ്ടുപേർക്കും പ്രയോജനമില്ല. ചിലപ്പോൾ ദോഷം, സമയം കളയാന്നുള്ളത്. എപ്പോഴും നമ്മുടെ കോളിങ്ങിനെ, നമ്മുടെ വിളിയെ നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഈ അപ്പോസ്റ്റോലിക് കോളിങ്ങിൻ്റെ മാത്രം ഒരു പ്രത്യേകതയുണ്ട്. അത് ഞാൻ അപ്പോസ്റ്റോലിക് മിനിസ്ട്രിയിൽ മാത്രം കാണുന്ന ഒരു കാര്യമാണ്. കാരണം 5 ഇനം ശുശ്രൂഷകളിൽ വേദപുസ്തകത്തിനകത്ത് അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ചിലരെ ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു എന്നാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം സം അപ്പോസ്റ്റോൾസ്, some prophets and some evangelists, some pastors and some teachers. some എല്ലാവരും അല്ല, ചിലരെ. അത് ദൈവം തന്നെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്നിട്ട് പൗലോസ് പറയുന്നുണ്ട്, എല്ലാവരും അപ്പോസ്തലന്മാരോ, എല്ലാവരും പ്രവാചകന്മാരോ, എല്ലാവരും ഉപദേഷ്ടാക്കന്മാരോ, എല്ലാവരും ഇല്ല, ഒരിക്കലും അല്ല. അതിനായിട്ട് ആ കോളിങ്ങിനെയാണ് എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ആ വിളിയാണ് എപ്പോഴും തിരിച്ചറിയേണ്ടത്. അത് മാനിഫെസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഒരാളുടെ മേലൊരു അപ്പോസ്റ്റോലിക് കോളിംഗ് ഉണ്ടെങ്കിൽ 2 കൊരിന്ത്യർ എനിക്ക് തോന്നുന്നു 12:12 എഴുതിയിരിക്കുന്നത്. അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ. അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുതയാലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തിയാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വരുന്നല്ലോ. അത് തിരിച്ചറിയാൻ പറ്റും. ഈ അപ്പോസ്റ്റോലിക് ഞാൻ എപ്പോഴും ഈ 5 വിരലെടുത്ത് വെച്ച് പഠിപ്പിക്കാറുണ്ട്. അപ്പോസ്റ്റോലിക്, പ്രോഫറ്റിക്, ഇവാഞ്ചലിസ്റ്റ്, പാസ്റ്റർ ആൻഡ് സം ടീച്ചേഴ്സ്. 5-fold മിനിസ്ട്രിയാണ്. ഇത് അന്നത്തെ കാലത്തെ അപ്പോസ്തലന്മാരുടെ കാലം കഴിഞ്ഞ് ഇത് നിന്നു പോയിട്ടില്ല, ഇത് അവസാനിച്ചിട്ടില്ല. ബൈബിളിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഈ ബൈബിൾ കണ്ടിന്യൂ ചെയ്യപ്പെടുന്നതാണ്. അപ്പോസ്തല പ്രവർത്തികൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യപ്പെടുകയാണ്. അത് ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തപ്പെടുന്ന ഒന്നല്ല ദൈവത്തിൻ്റെ പ്രവൃത്തികളൊന്നും. അതിപ്പോഴും തുടരുന്നതായിട്ടുള്ള, കണ്ടിന്യൂ ചെയ്യപ്പെടുന്നതായിട്ടുള്ള ഒന്നാണ്. അപ്പോസ്തല പ്രവൃത്തി അവസാനിക്കുന്നു അങ്ങനെയാണ്. അതെ, വിഘ്നം കൂടാതെ സുവിശേഷം പറഞ്ഞു പോകുന്നു, പ്രസംഗിച്ചു വിഘ്നം കൂടാതെ കണ്ടിന്യൂ ചെയ്യുകയാണ്. അത് കണ്ടിന്യൂ ചെയ്യുകയാണ്. അത് ഇന്നും ദൈവം ചിലരെ അപ്പോസ്തലന്മാരായിട്ടും ചിലരെ പ്രവാചകന്മാരായിട്ടും സുവിശേഷകരായിട്ടും ഇടയന്മാരായിട്ടും ടീച്ചർമാരായിട്ടും ഒക്കെ അഭിഷേകം ചെയ്യുന്നുണ്ട്. ഇന്നും പാസ്റ്റർമാരെ ദൈവം പാസ്റ്റേഴ്സിനെ എഴുന്നേൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവാഞ്ചലിസ്റ്റിനെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ഇവാഞ്ചലിസ്റ്റിനെ എഴുന്നേൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ടീച്ചേഴ്സിനെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ടീച്ചേഴ്സിനെ എഴുന്നേൽപ്പിക്കുന്നുണ്ടെങ്കിൽ ദൈവം ഉറപ്പായിട്ടും പ്രൊഫറ്റ്സിനെ എഴുന്നേൽപ്പിക്കുന്നു. ദൈവം പ്രൊഫറ്റ്സിനെ എഴുന്നേൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദൈവം ഇന്നും അപ്പോസ്തലന്മാരെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും ആ വിളി നമ്മൾ തിരിച്ചറിയും. അപ്പോൾ ഈ അപ്പോസ്റ്റോലിക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ 5 ഇനം ശുശ്രൂഷ, 5 ഓഫീസുകളും ഒരുപോലെ ഉപയോഗിക്കുവാൻ ദൈവം അവരെ യൂസ് ചെയ്യും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും ശ്രേഷ്ഠ അപ്പോസ്തലനായിരുന്നുവെന്നാണ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിശ്രേഷ്ഠനായ അപ്പോസ്തലനായിട്ടാണ് യേശുവിനെ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് കാണിക്കുന്നത്. അല്ലേ, ശിഷ്യന്മാർ അപ്പോസ്തലന്മാരായിരുന്നു. അപ്പോസ്തലനായ പൗലോസിനെ നോക്കി, പൗലോസ് വൺ സൈഡ് ഒരു അപ്പോസ്തലനായിരുന്നു, ഒരു പ്രോഫറ്റായിരുന്നു, ഒരു ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നു, ഒരു പാസ്റ്റർ ആയിരുന്നു, നല്ലൊരു അധ്യാപകനായിരുന്നു, നല്ലൊരു ടീച്ചറായിരുന്നു. അപ്പോൾ 5 ഇനം ശുശ്രൂഷകളും 5 ഓഫീസുകളും ദൈവ നിയോഗത്താൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കോളിംഗ് ആണ്, ഒരു വിളിയാണ്
അപ്പോസ്റ്റോലിക് മിനിസ്ട്രി എന്ന് പറയുന്നത്. 5 വിരലുകളും വന്ന് മുട്ടിക്കും. മനസ്സിലാകുന്നുണ്ടോ? ബട്ട് പ്രോഫറ്റ് ഈസ് ഓൾവേസ് പ്രോഫറ്റ്. പ്രവാചകൻ എന്ന് പറയുന്നത് അതൊരു ഓഫീസാണ്. ആ ഓഫീസിനും ഡിഫറെൻറ്റ് വിങ്ങുകളുണ്ട്. പക്ഷെ പ്രൊഫറ്റ് ഈസ് ആൻ ഓൾവേസ് പ്രൊഫറ്റ്. പ്രവാചകൻ ആ പ്രവചനത്തിൻ്റെ തലത്തിൽ നിൽക്കുന്നു. എന്നാൽ പ്രൊഫറ്റിക് ഓഫീസുകളുണ്ട് കേട്ടോ. ഹയർ ഇലത്തിലുള്ള കാര്യങ്ങൾ അതിനകത്ത് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നമുക്ക് അടുത്ത ഒരു ടോക്കിൽ അത് കൊണ്ടുവരാം. സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊണ്ടുവരണം അത്. മൂന്നാമത്താണ് ഇവാഞ്ചലിസ്റ്റ്. നമ്മൾ ഈ വിരലെടുത്ത് പിടിക്കുമ്പോഴേ ഞാനൊരു ഉദാഹരണം പറയാട്ടോ. ഏറ്റവും നല്ല ഹൈറ്റ് ഉള്ളത് ആർക്കാ? ഇവാഞ്ചലിസ്റ്റിന് അല്ലേ? 2, എല്ലാത്തിൻ്റെയും നടുക്ക് ഈ ഇവാഞ്ചലിസ്റ്റ് നിൽക്കുക. ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു സഭയിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കേണ്ടത് ഇവാഞ്ചലിസം ആയിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? ഞാനിങ്ങനെ ഉദാഹരണത്തിന് വേണ്ടിയാണ് പറയുന്നത്. ഇവാഞ്ചലിസ്റ്റ് ഉണ്ടെങ്കിലേ പ്രൊഫറ്റ് ഉണ്ടാവും, ഇവാഞ്ചലിസ്റ്റ് ഉണ്ടെങ്കിലേ അപ്പോസ്റ്റൽ ഉണ്ടാവും, ഇവാഞ്ചലിസ്റ്റ് ഉണ്ടെങ്കിലേ പാസ്റ്റർ ഉണ്ടാവും, ഇവാഞ്ചലിസ്റ്റ് ഉണ്ടെങ്കിലേ ടീച്ചർ ഉണ്ടാവും. സുവിശേഷം കേട്ടിട്ട് വേണ്ടേ രക്ഷിക്കപ്പെടാൻ ഒരാൾ. രക്ഷിക്കപ്പെട്ടതിന് ശേഷമാണല്ലോ ആ കോളിങ്ങിലേക്കും വിളിയിലേക്കും ഒക്കെ ദൈവത്തിൻ്റെ ആത്മാവ് ഒരാളെ കൈപിടിച്ച് ഉയർത്തുന്നത്. അപ്പം സുവിശേഷം എത്തിക്കുക, സുവിശേഷം കേൾപ്പിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ സാറേ, അതിനുവേണ്ടി ആരും അങ്ങനെ കാത്തിരിക്കണമെന്നൊന്നുമില്ല. എല്ലാവരിലും ആ ഒരു ദൗത്യം ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. ഏഞ്ചൽസിന് പോലും, ദൂതന്മാർക്ക് പോലും കൈമാറ്റം ചെയ്യാത്ത, നമുക്ക് മാത്രം, തന്നിൽ വിശ്വസിച്ച തൻ്റെ മക്കൾമാരിൽ മാത്രം ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ദൗത്യമാണ് ഈ സുവിശേഷം, രാജ്യത്തിൻ്റെ സുവിശേഷം ലോകത്തിൻ്റെ അറ്റത്തോളം എത്തിക്കുക എന്നുള്ളത്. അപ്പം ഇവാഞ്ചലിസ്റ്റിക് എന്ന് പറയുന്നത് ഒരു ഏറ്റവും ശക്തമേറിയ ഒരു കോളിംഗ് ആണ്. 2, ഈ സയൻസ് ആൻഡ് വണ്ടേഴ്സ് ഇല്ലേ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ അത്ഭുതങ്ങൾ, വീര്യപ്രവൃത്തികളൊക്കെ ഇല്ലേ, ഹീലിങ്, മിറക്കിൾസ്, ഇതൊക്കെ ഇവാഞ്ചലിസ്റ്റിക് മിനിസ്ട്രിയിലാണ് കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. കാരണം അവർ പ്രസംഗിച്ച വചനങ്ങളെ അവൻ അടയാളങ്ങളാൽ, അത്ഭുതങ്ങളാൽ ഉറപ്പിച്ചു കൺഫേം ചെയ്യും. ശരിക്കും യഥാർത്ഥമായി സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെ സൗഖ്യങ്ങൾ നടക്കും. യഥാർത്ഥമായി സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താ? ദാവീദിൻ്റെ സന്തതിയായി മരിച്ചടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതല്ലേ സുവിശേഷം. യേശു ക്രിസ്തുവിനെ എവിടെ പ്രസംഗിക്കുന്നോ അവിടെ ഡെലിവറൻസുകൾ നടക്കും, ഹീലിങ്സ് നടക്കും, മിറക്കിൾസ് നടക്കും. ആ വചനത്തെ അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, വീര്യപ്രവൃത്തിയാൽ സ്വർഗത്തിലെ ദൈവം കൺഫേം ചെയ്യും, ഉറപ്പിക്കും. അപ്പം തീർച്ചയായിട്ടും ആ ഇവാഞ്ചലിസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. 4ാമത്തെ കാറ്റഗറിയാണ് പാസ്റ്റേഴ്സ്. നമ്മളിതിനെ ഉടമ്പടി വിരളെന്നാണ് പറയുന്നത്. സഭയോട്, വിശ്വാസികളോടൊക്കെ ഉടമ്പടി ചെയ്ത് നിൽക്കുന്ന ഒരപ്പൻ്റെ ഹൃദയത്തോടു കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കണം ഒരു പാസ്റ്റർ. ഇടയനായിരിക്കണം. അവരെ ഫീഡ് ചെയ്യുന്ന, അവരെ ഗാർഡ് ചെയ്യുന്ന ഒരു നല്ലൊരു ഹൃദയമുള്ള, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിനൊത്ത ഇടയന്മാരെ നൽകുമെന്നൊക്കെ ബൈബിളിൽ വായിച്ചിട്ടില്ലേ? അപ്പോൾ ജനത്തിൻ്റെ ഹൃദയം മനസ്സിലാക്കിക്കൊണ്ട് അവരെ പരിപോഷിപ്പിക്കുന്ന, പഠിപ്പിക്കുന്ന, പണിതുയർത്തുന്ന, തെറ്റായ വഴിയിൽ നിന്ന് അവരെ ആട്ടിൻകൂട്ടം തെറ്റിപ്പോകുമ്പോൾ അതിനെ തിരിച്ച് പിടിച്ചോണ്ട് വരുന്ന, അവരെ കെയർ ചെയ്യുന്ന, ഗാർഡ് ചെയ്യുന്ന, ഷെപ്പേർഡ് ചെയ്യുന്ന ഒരു അവസ്ഥ ഒരു ഇടയനെപ്പോഴും ഉണ്ടാകണം. ഏറ്റവും അവസാനത്തെ 5ാമത്തെ ആളാണ് ടീച്ചർ. ഇതിനെ ചെറുതായിട്ട് കാണണ്ട കേട്ടോ. ഈ ടീച്ചിങ് എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ശരിക്കും ടീച്ചിങ് കിട്ടിയിട്ടില്ലെങ്കിൽ, ബൈബിൾ ടീച്ചിങ് യഥാർത്ഥമായി കിട്ടിയിട്ടില്ലെങ്കിൽ ഈ പാസ്റ്റർ ശരിയാകാൻ സാധ്യതയില്ല. ശരിക്കും ടീച്ചിങ് ഇല്ലെങ്കിൽ ഇവാഞ്ചലിസ്റ്റും കറക്റ്റായിട്ട് പോകത്തില്ല. ശരിക്കും ടീച്ചിങ് ഇല്ലെങ്കിൽ പ്രോഫറ്റും ശരിയാകത്തില്ല. ശരിക്കും ടീച്ചിങ് ഇല്ലെന്നുണ്ടെങ്കിൽ, നല്ലൊരു ടീച്ചിങ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അപ്പോസ്റ്റലിലും കുറവുകളുണ്ടാകും. അപ്പം ആ മെൻറ്റർഷിപ്പ് എന്ന് പറയുന്നത്, മെൻറ്ററിങ്, ആ ടീച്ചിങ് പ്രോപ്പറായിട്ട് അവരെ ടീച്ച് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് മിനിസ്ട്രി, വലിയ മിനിസ്ട്രിയാണ്. പിന്നെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്, ഇതിപ്പോൾ ഒരു ടോക്കായതുകൊണ്ട് അത് അല്ലാത്ത ഫിസിക്കലായിട്ട് ആൾ കൂടുന്ന മീറ്റിങ്ങിലാണ് ഞാനിത് കൂടുതലും പഠിപ്പിക്കുന്നത്. ഈ ചില സമയങ്ങളിൽ അപ്പോസ്തലനും ചെവി കയറത്തില്ല, പ്രോഫറ്റും ചെവി കയറത്തില്ല, ഇവാഞ്ചലിസ്റ്റും സുവിശേഷകനും അകത്തോട്ട് ശരിക്കും കയറുകയില്ല, പാസ്റ്റർ പറയുന്നതും ശരിക്കും അകത്തോട്ട് പോകില്ല. ടീച്ചിങ്ങാണ് ശരിക്കും അകത്തോട്ട് പോകുന്നത്. ടീച്ചിങ് ആണ് കൃത്യമായിട്ടും നമ്മുടെ അകത്ത് പോയി നിക്ഷേപിക്കപ്പെടുന്നത്. അപ്പം ഈ 5 ശുശ്രൂഷകളും വളരെ പ്രധാനപ്പെട്ടതാണ്. മനസ്സിലാവുന്നുണ്ട്? ഇത് ഒന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതല്ല. കർത്താവിൻ്റെ അന്ത്യകൽപ്പനയിലും കർത്താവ് പറയുന്നുണ്ട്, അവരെ ടീച്ച് ചെയ്യുക, ടീച്ചിങ് ദം ടു ഒബേ. അതെ, അവര് പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കി കൊള്ളുവീൻ എന്നെഴുതിയിട്ടുണ്ട്. എന്നാൽ അതിനകത്ത് ഈ അപ്പോസ്റ്റലിക് മിനിസ്ട്രിയിലെ 5 ഓഫീസുകളും ഓപ്പറേറ്റ് ചെയ്യപ്പെടും. അത് പലപ്പോഴും
ഈ ആത്മീയ ശുശ്രൂഷയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ചില സ്ഥലത്ത് ചെന്ന് നിൽക്കുമ്പം ഭയങ്കരമായിട്ട് സുവിശേഷം പ്രസംഗിക്കാനുള്ള ഒരു പുഷ് കിട്ടും. അത് വേറെ ഒന്നും അന്നുണ്ടാകത്തില്ല. മാസീവായിട്ട് ഓൾട്ടർ കോളിങ്ങിൽ മാസീവായിട്ട് ജനം കർത്താവിലേക്ക് വരും. എന്നാൽ ചിലയിടത്ത് ചെന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ ശാന്തമായി നിന്ന് പഠിപ്പിക്കാനുള്ള പ്രേരണ ഉണ്ടാവും, വചനം പഠിപ്പിക്കാൻ. ചില മീറ്റിങ്ങുകളിൽ അസാധാരണമായിട്ടുള്ള പ്രൊഫറ്റിക് തലങ്ങളിലേക്ക് കയറി പോകും. സത്യം പറഞ്ഞാൽ ശുശ്രൂഷയ്ക്ക് പോകുന്ന സമയങ്ങളിലൊക്കെ എനിക്ക് തന്നെ ഉറപ്പില്ല എന്താണ് അവിടെ ദൈവം ചെയ്യാൻ പോകുന്നത്. കാരണം ഇതൊന്നും എൻ്റെ ബുദ്ധി കൊണ്ടും കഴിവുകൊണ്ടും നടക്കുന്ന കാര്യമല്ല. ചില മീറ്റിങ്ങുകളിൽ ഈ 5ഉം ഓപ്പറേറ്റഡ് ആവും. അന്ന് മാസീവായിട്ടുള്ള ഡെലിവറൻസ് നടക്കും, പ്രൊഫറ്റിക്കും ഉണ്ടാകും, പരിശുദ്ധാത്മ സ്പർശനം ഉണ്ടാകും, ടീച്ചിങ്ങും ഉണ്ടാകും. എങ്ങനെ ഇതൊക്കെ പോകുന്നതെന്ന് ചോദിച്ചാൽ പറയാൻ അറിയത്തില്ല ജോയ് സാറേ. ഇതൊന്നും ഒരു കഴിവോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത ഒരു കാര്യമൊന്നുമല്ല. കർത്താവ് നമ്മളെ കർത്താവിൻ്റെ പദ്ധതിക്ക് വേണ്ടി തൻ്റെ ജനത്തിൻ്റെ വിടുതലിനായി ഉപയോഗിക്കുന്നു. നമ്മളൊരു ഉപകരണമായി നിൽക്കുന്നു. പക്ഷെ നമ്മുടെ വിളിയെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. അത് തിരിച്ചറിഞ്ഞ് വേണം നമ്മൾ മിനിസ്റ്റർ ചെയ്യാനായിട്ട്. ഈ പ്രൊഫറ്റ് എന്ന് പറയുന്നത് വായാണ് ദൈവത്തിൻ്റെ. ഒരു അപ്പോസ്റ്റോലിക് കോളിംഗ്, ഒരു അപ്പോസ്റ്റോൽ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കരമായി നിൽക്കേണ്ട മനുഷ്യനാണ്. ഞാൻ ഇങ്ങനെയാണ് കേട്ടിരിക്കുന്നത്. പ്രൊഫറ്റ് വിൽ ഡിക്ലെയർ ആൻഡ് പ്രൊഫസൈങ്, അപ്പോസ്റ്റോൽ വിൽ എസ്റ്റാബ്ലിഷിങ് ദാറ്റ്. അപ്പോൾ അപ്പോസ്റ്റോലിക് മിനിസ്ട്രിയാണ് എല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ബിൽഡ് ചെയ്യുക, അതിനെ സ്ഥാപിക്കുക, എല്ലാം സ്ഥാപിക്കുന്നത്. പ്രവാചകൻ എപ്പോഴും അത് പറയുകയാണ്, എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. ദൈവം തൻ്റെ സഭയെ പണിതിരിക്കുന്നതും ഈ 2 ഫൗണ്ടേഷനിലാണ്. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ എന്ന അടിസ്ഥാനത്തിൻ്റെ മുകളിലാണ് ദൈവം തൻ്റെ സഭയെ പണിതിരിക്കുന്നത്. ഇന്നും സാറേ ഇതെല്ലാം ദൈവരാജ്യത്തിലുള്ള ഒരു സത്യമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നവരുടെ എണ്ണം കുറയുന്നു. വിമർശിക്കുന്നവരുടെ എണ്ണവും അല്ലെങ്കിൽ അവിശ്വസിക്കുന്നവരുടെ എണ്ണവും അല്പമായി കൂടുന്നു. എന്നാൽ 1 കൊരിന്ത്യർ 14 അധ്യായത്തിൽ സാറെന്ന് പറഞ്ഞതുപോലെ അതിൻ്റെ 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന സ്നേഹം ആചരിക്കാൻ ഉത്സാഹിക്കുവിൻ, വിശേഷാൽ പ്രവചനവരം വാഞ്ചിക്കുവിൻ, ആത്മീക വരങ്ങളും പ്രവചനവരവും വാഞ്ചിക്കുവിൻ. ഇതിനകത്തൊരു വലിയ ഡിസയർനെസ് ഉണ്ടാകണം. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും വലിയ കൊതിയും ആഗ്രഹവും ഇതിനകത്താണ് കിടക്കുന്നത്. അത് എന്നെ അറിയാവുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർക്കും പാസ്റ്റേഴ്സിനും ഒക്കെ അറിയാം. ഞാനൊരു ദൈവത്തിൻ്റെ അഭിഷിക്തനെ കണ്ടാൽ അല്ലെങ്കിൽ കണ്ടുമുട്ടിയാൽ, ഒരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞാൽ, എൻ്റെ പ്രാർത്ഥനാ വിഷയം ഇതൊക്കെ തന്നെയായിരിക്കും. അല്ലാതെ ഈ ലോകത്തിൽ എന്തെങ്കിലും ഞാൻ ഇന്ന് വരെ ആരോടും എനിക്കൊരു നല്ല കാറ് കിട്ടാൻ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്ന് വരെ ആരോടും എനിക്കൊരു നല്ല വസ്ത്രം കിട്ടാൻ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടേയില്ല. പക്ഷേ കൂടുതലായിട്ട് അഭിഷേകത്തിൽ പ്രയോജനപ്പെടാനെന്ന് പ്രാർത്ഥിക്കണം. എനിക്ക് ശരിക്കും പ്രൊഫറ്റിക് മിനിസ്ട്രിയിൽ ഒന്ന് കയറി വരാൻ, ശക്തമായിട്ട് കയറി വരാൻ ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ എൻ്റെ മേലുള്ള ആ ഒരു ഇവാഞ്ചലിസ്റ്റിക് ഗ്രേസ്, ആ ഹീലിംഗ് മിനിസ്ട്രിയിൽ കൂടുതലായിട്ട് പ്രയോജനപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കും. അപ്പം നമ്മളെക്കാൾ ഉയർന്ന തലത്തിൽ അഭിഷേകത്തിൽ നിൽക്കുന്ന റിനാഡ് ബോംഗെ പോലെ ഉണ്ടായിരുന്ന ബെന്നിഹിൻ പോലെയുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലും അതിശക്തമായി ഉപയോഗിക്കുന്നവരുണ്ട്. ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട ഒരു ശക്തനായ അഭിഷിക്തൻ്റെ അടുക്കൽ എൻ്റെ പ്രാർത്ഥനാ വിഷയം എപ്പോഴും ഇതൊക്കെയായിരിക്കും. കാരണം ഉയർന്ന പ്രതലത്തിൽ നിൽക്കുന്ന ഒരുവന് മാത്രമേ താണ പ്രതലത്തിൽ നിൽക്കുന്നവനെ കൈ പിടിച്ച് അവിടോട്ട് കയറ്റാൻ പറ്റൂ. അല്ലേ? മൽക്കീസേദെക്ക് അബ്രഹാമിനെ അനുഗ്രഹിച്ചു എന്ന് ബൈബിളിൽ വായിക്കുന്നുണ്ട്. എന്നിട്ട് അടുത്ത വാക്യത്തിൽ എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നത് ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു എന്നുള്ളതിന് സംശയമില്ലല്ലോ എന്നുള്ളതാണ്. അപ്പം നമ്മളെക്കാൾ ഉയർന്ന തലത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ആ ഒരു അഭിഷേകത്തിൽ നിൽക്കുന്നവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമ്മളിലേക്ക് ഈ കൃപാവരം ജ്വലിക്കുന്നതിന് കാരണമോ നമ്മൾ അവിടെ നിന്ന് ഇമ്പാർട്ടേഷൻ 3 കാര്യം പറഞ്ഞു. 1 ഇൻബോൺ, 2 ഇംപ്ലാന്റ്, ആൻഡ് തേർഡ് തിങ് ഈസ് ഇമ്പാർട്ടേഷൻ. ഈ ഇമ്പാർട്ടേഷൻ എന്ന് പറയുന്നത് ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നൊരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ആരുമായിട്ടാണോ അസോസിയേറ്റ് ചെയ്യുന്നത്, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിനെയൊന്നും വിശ്വസിക്കാത്ത, വിമർശിക്കുന്ന, കളിയാക്കുന്ന, ആത്മീയ കൃപാദാനങ്ങളെയൊക്കെ പുച്ഛത്തോടെ കാണുന്ന ഒരാളുടെ കൂടെ നമ്മൾ അസോസിയേറ്റ് ചെയ്താൽ നമ്മൾ അത് തന്നെയാകും, നമ്മൾ അങ്ങനെ തന്നെ ആയി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ജ്ഞാനിയോട് കൂടെ നടക്കുക, എന്നാൽ നീയും ജ്ഞാനിയാകുമെന്ന് എഴുതിയിരിക്കുന്നത്. ശരിക്കും ഒരു ജോഷുവ ഉണ്ടായതിൻ്റെ കാരണം ഒരു മോശയുടെ കൂടെ നിന്നോണ്ടാണ്. വിതൗട്ട് മോസസ് there is not Joshua. അല്ലേ?
ഈ ഹന്ന കുഞ്ഞിനെ സാമുവേലിനെ ദൈവം ഹന്നായ്ക്ക് കൊടുത്തു കഴിഞ്ഞപ്പം എന്തുകൊണ്ടാണ് ഹന്ന ഈ കുഞ്ഞിനെ ദേവാലയത്തിൽ കൊണ്ട് നിർത്തിയേ? ശരിക്കും പറഞ്ഞാൽ ആ കുഞ്ഞിനെ കണ്ട് കൊതി തീർന്നിട്ടുണ്ടോ ഹന്നയ്ക്ക്? ഇല്ല. പ്രാർത്ഥിച്ച് കരഞ്ഞു കിട്ടിയ കുട്ടിയല്ലേ. അതെ. പക്ഷേ ഹന്നയ്ക്കൊരു ആഗ്രഹമുണ്ട്, ഹന്നയുടെ മോൻ ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടണമെന്നും ഹന്നയുടെ മകൻ നല്ലൊരു ശുശ്രൂഷകനാകണമെന്നും. അപ്പോൾ അതിന് ഹന്ന പള്ളിയിൽ ദേവാലയത്തിൽ ഏലി എന്ന പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ട് നിർത്തി. ആ റൈറ്റ് അസോസിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറയട്ടെ രജോയ് സാറേ, നമ്മൾ ഏലി പുരോഹിതൻ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട് വിളക്കണച്ച് കിടന്നുറങ്ങി എന്നൊക്കെ പറഞ്ഞാലും അന്ന് രാത്രിയിൽ സാമുവേല് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ശബ്ദമാണെന്ന് തനിക്ക് മനസ്സിലാക്കാൻ കഴിയാതിരുന്ന സമയത്ത് സാമുവേൽ വന്നത് ചോദിക്കുന്നത് ഏലിയോടാണ്, അല്ലേ? അപ്പം ഏലി പുരോഹിതനോടുള്ള ബന്ധത്തിൽ അദ്ദേഹം ദൈവശബ്ദം കേട്ടിട്ടുള്ളതായ അല്ലെങ്കിൽ ആ ദൈവശബ്ദത്തെ റെസ്പോണ്ട് ചെയ്തിട്ടുള്ളൊരു മനുഷ്യനാണ്, ഉറപ്പായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പുരോഹിതനായിരുന്നു. അപ്പൊ ഏലി പറഞ്ഞു കൊടുക്കുകയാണ്, ഇനി അങ്ങനെ ഒന്ന് കേൾക്കുവാണെങ്കിൽ യഹോവയെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് നീ തിരിച്ച് റെസ്പോണ്ട് ചെയ്യണം. ശരിക്കും അങ്ങനെ ഒരു മെന്റർഷിപ്പ്, അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ഒരാള്, ഇതൊക്കെ അറിയാവുന്ന ഒരാള് കൂടെ ഉണ്ടായിരുന്ന ഒറ്റ കാരണം കൊണ്ടല്ലേ ആ കോളിങ് മിസ്സായി പോകാതിരുന്നേ. അത് മിസ്സായി പോയനെ, സാമുവേലിന് അത് മിസ്സായി പോയനെ. മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ എനിക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടലുകളെക്കുറിച്ചുള്ള ഗ്രാഹ്യവും ബോധ്യവും ലഭിച്ച ഒരാൾക്ക് മാത്രമേ നമുക്കത് പകർന്നു തരാൻ കഴിയും. ഇപ്പം ഗേഹസി വന്നിട്ട് എലീശയുടെ കൂടെ നിൽക്കുന്ന ശിഷ്യൻ വന്നിട്ട് ഓടി വന്ന് വെപ്രാളപ്പെട്ട് പറയുകയാണ്, യജമാനെ താഴ്വരയിൽ ശത്രു സൈന്യം ഭയങ്കരമാണ്, നമ്മുടെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായിരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് വന്ന് പറയുന്നത്. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നൊരു വാക്കുണ്ട്, ഉടനെ അവനായി പ്രാർത്ഥിച്ചു, അവൻ്റെ കണ്ണ് തുറക്കാൻ പ്രാർത്ഥിച്ചു. എന്നുവെച്ചാൽ സ്പിരിറ്റ് റിലത്തെ കാണാൻ കഴിയുന്ന ഒരു ഗ്രേസ് ഗിഫ്റ്റ് എലീശയ്ക്കുണ്ട്. ഏഞ്ചൽസിനെയും ആത്മതലങ്ങളെയും തനിക്ക് കാണാൻ കഴിയുമായിരുന്നു, അല്ലേ? എന്നാൽ കൂടെ നിൽക്കുന്നവൻ്റെ കണ്ണ് ആ മേഖലയെ തുറന്നിട്ടില്ല. പക്ഷേ എലീശ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പുള്ളി നേരെ താഴ്വരയിൽ പോയി നോക്കിയിട്ട് ഓടി വന്നിട്ട് പറഞ്ഞു, യജമാനനെ, അവരോടുകൂടെ ഉള്ളവരേക്കാൾ നമ്മോടുകൂടെ ഉള്ളവരധികം. അപ്പം ആത്മതലങ്ങളെ കാണുവാൻ കണ്ണ് തുറന്നവന് മാത്രമേ അവൻ്റെ കണ്ണ് തുറപ്പിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ അതുകൊണ്ട് ആ ഒരു റൈറ്റ് കണക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വിത്തൗട്ട് മോസസ് there is not Joshua. Without the priest Eli, there is not Samuel. ഞാൻ ചോദിക്കുന്നു, ദാവീദിനെ ദൈവം കണ്ട മനുഷ്യനാണ്, പക്ഷെ ഒരിക്കലും ഒരു സാമുവേൽ ഇല്ലാതെ ഒരു ദാവീദ് ഉണ്ടാകത്തില്ല. കാരണം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട് സാറേ, നമ്മിലേക്ക് ദൈവം ഒരു ഗിഫ്റ്റ് തരാൻ, ഒരു നന്മ തരാൻ നമുക്ക് മുൻപേ മറ്റൊരാളിനെ ദൈവം അത് ഏൽപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായി? ഇപ്പോൾ സാമുവേലിനെ ദൈവം അഭിഷേകം ചെയ്തു. സാമുവേലിനെ ദൈവം അഭിഷേകം ചെയ്തിരുന്നത് കൊണ്ടും സാമുവേലിനെ ദൈവം ഈ കൃപാദാനങ്ങൾ ഏൽപ്പിച്ചിരുന്നത് കൊണ്ടുമാണ് സാമുവേലിൽ നിന്ന് ദാവീദിലേക്ക് ഇത് പകരപ്പെട്ടത്. ഒറ്റ രാത്രി കൊണ്ട് ശൗല് പ്രവാചകനായി മാറിയത്, അല്ലേ? അതിലേക്ക് നമ്മൾ പോകുന്നുണ്ട് പ്രൊഫറ്റിക്കിനെ കുറിച്ച്. അപ്പോൾ വിത്തൗട്ട് സാമുവേൽ ദർ ഈസ് നോട്ട് ഡേവിഡ് ആൻഡ് സോൾ. ദാവീദും ശൗലും ഇല്ല, സാമുവേൽ ഇല്ലാതില്ല. ഇനി ഇതെല്ലാം പോട്ടെ, കടഭാരമുള്ളവർ, ഞെരുക്കമുള്ളവർ, ബുദ്ധിമുട്ടുള്ളവർ, കഷ്ടപ്പെടുന്ന ഒരു 400 പേര് ദാവീദിൻ്റെ കൂടെ അദുല്ലാം ഗുഹയിൽ ദാവീദിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്തു എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. 2 വർഷം അവർ ദാവീദിൻ്റെ കൂടെ പാർത്തു. 2 വർഷം അവർ ദാവീദിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ 2 വർഷം കഴിഞ്ഞിട്ട് ഇവർ ആ സ്ഥലത്തുനിന്ന് പുറത്തു വരുമ്പോൾ ഈ 400 പേരെക്കുറിച്ചും ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അവർ ഇടം കൈ കൊണ്ടും വലം കൈ കൊണ്ടും എറിയുന്ന വീരന്മാരായെന്നാണ്. ഇടം കൈ കൊണ്ടും വലം കൈ കൊണ്ടും എറിയുന്ന വീരന്മാരായിട്ട് മാറി ദാവീദിൻ്റെ കൂടെ 2 വർഷം അസോസിയേറ്റ് ചെയ്ത ഈ ഞെരുക്കവും കടവും പ്രശ്നമൊക്കെയുള്ള ആളുകൾ അവർ ശക്തന്മാരായി. എറിയുന്നവരായി എന്ന് അവിടെ എഴുതിയിരിക്കുമ്പോഴേ ഈ എറിയുന്ന ഗ്രേസ് ആർക്കാ? ദാവീദിനാ. ഗോലിയാത്തിനെ ദാവീദ് എങ്ങനെ വീഴ്ത്തിയേ? കല്ലെടുത്ത് എറിഞ്ഞല്ലേ, കൃത്യമായിട്ട് എറിഞ്ഞിടുവായിരുന്നു. മനസ്സിലാവുന്നത്? അപ്പോൾ ദാവീദിൻ്റെ കൂടെ എറിയുന്ന ആ ഒരു ഗിഫ്റ്റുള്ള അല്ലെങ്കിൽ ആ നിലയിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരാളിൻ്റെ കൂടെ നിന്നവരല്ല എറിയുന്നവന്മാരായിട്ട് മാറി. ജ്ഞാനിയുടെ കൂടെ നടക്കാം, എന്നാൽ നീയും ജ്ഞാനിയോ. എന്തിനേറെ പറയാൻ സാറേ, നമ്മൾ പെർഫ്യൂം ഉപയോഗിച്ചിട്ടില്ലെന്ന് കരുതുക,
നന്നായിട്ട് പെർഫ്യൂം അടിച്ചിട്ടിരിക്കുന്ന ഒരാളുടെ കാറിനകത്ത് നമ്മൾ കയറിയിട്ട് ഇറങ്ങിയാൽ ആ പെർഫ്യൂമിൻ്റെ മണം നമ്മുടെ ഷർട്ടിലും വരും. ഇപ്പം നമ്മൾ സ്മോക്ക് ചെയ്യാറില്ല, നമ്മൾ പുകവലിക്കാറില്ല, പുകവലിക്കെതിരാണ്. പുകവലിക്കരുതെന്ന് പഠിപ്പിക്കുന്നവരും പ്രായോഗിക തലത്തിൽ ജീവിക്കുന്നവരുമാണ്. എന്നാൽ പുകവലിക്കുന്ന, സ്മോക്ക് ചെയ്യുന്ന ഒരാളുടെ കാറിനകത്ത് നമ്മൾ കയറിയിരുന്നാൽ നമ്മുടെ ഷർട്ടിനകത്തും വെളിയിലിറങ്ങുമ്പം ഇതിൻ്റെ സ്മെല്ല് വരും. അപ്പം 1 മണിക്കൂർ ഒരു കാറിനകത്തിരുന്നപ്പോൾ, 1 മണിക്കൂർ ഒരു വീടിനകത്ത് കയറിയപ്പോൾ, ഇപ്പം നമ്മുടെ വീട്ടിനകത്ത് എന്തെങ്കിലും മീൻകറിയോ അങ്ങനെ എന്തെങ്കിലും മണമുണ്ടാകുന്ന എന്തെങ്കിലും ഫുഡോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വന്ന് റൂമിൽ വരുമ്പോൾ നമ്മുടെ ഡ്രസ്സിനകത്ത് അതിൻ്റെ മണം ഉണ്ടാവും. ആ ഫ്രാഗ്രൻസ് അല്ലെങ്കിൽ ആ ഒന്നെങ്കിൽ നല്ല മണം അല്ലെങ്കിൽ ആ ദുഷിച്ച ഗന്ധം നമ്മളിലുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഓർത്ത് നോക്കി, ശരിക്കും അഭിഷേകത്തിൻ്റെ ആ ഗ്രേസ് ഉള്ള, ആ ഒരു ഫ്രാഗ്രൻസ് ഉള്ള അനോയിൻറ്റഡ് മിനിസ്ട്രിയിൽ ഇങ്ങനെ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഇവരെല്ലാം ഇത് സ്പ്രെഡ് ആവും സാർ. ഇത് നമ്മൾ പോലും അറിയാതെ ഈ സാധനം ഇത് ഇമ്പാർട്ടഡ് ആവും. മുല്ലപ്പൂമ്പൊടി ഏറ്റ് കിടക്കും, കല്ലിനും ഉണ്ടാകും ആ സൗരഭ്യം എന്ന് പറയുന്നത് പോലെ. അനോയിൻറ്റിങ് ഓയിലും ഒരു മണമുള്ളതാണല്ലോ. പിന്നെ അപ്പോൾ അത് വീണ ഒരാളുടെ ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കും അതിൻ്റെ ആ ഒരു സൗരഭ്യം ഉറപ്പായിട്ടും ഉണ്ടാകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ യേശു കർത്താവിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്തതാണ് അപ്പോസ്തലന്മാരായ 12 പേര്. അതിൽ പത്രോസ്, ഈ യേശു കർത്താവ് മരിച്ചവരെ ഉയർപ്പിക്കാനായിട്ട് പോകുന്ന സന്ദർഭങ്ങളിലെല്ലാം പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഇവർ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ആ മരിച്ചുപോയ ബാലകയെ ഉയർപ്പിക്കുവാനായിട്ട് കർത്താവ് ആ വീട്ടിലോട്ട് കയറുമ്പം കരയുന്നവരെ, നിലവിളിക്കുന്നവരെ എല്ലാം പുറത്തിറക്കി കതകടച്ചു. എന്നിട്ട് ബാല എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. തലീതാക്കുമി അല്ലേ, ബാല എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. അവിടെ നിന്ന് പത്രോസ് ഇത് കാണുന്നുണ്ട്, കൂടെ അസോസിയേറ്റ് ചെയ്യുക. പത്രോസിൻ്റെ കാലഘട്ടം വന്നു. യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പത്രോസിൻ്റെ കാലഘട്ടം വരുന്ന സമയത്ത് യോപ്പയിൽ പേടമാനെന്നർത്ഥമുള്ള തബീത എന്ന പേരുള്ള ഒരു പെൺകുട്ടി മരിച്ചു. ആ മരണ വീട്ടിൽ പത്രോസ് എത്തിയിട്ട് ആദ്യം എന്താ ചെയ്തേ? അകത്ത് നിന്ന് കരയുന്നവരെയും നിലവിളിക്കുന്നവരെയും മുഴുവൻ ആളുകളെയും പുറത്തിറക്കി വാതിലടച്ചു. എന്നിട്ട് അവളെ ഉയർപ്പിച്ചു. ഇതെവിടെയെന്ന് പഠിച്ചതാ? യേശുവിൽ നിന്ന് പഠിച്ചതാണ്. അപ്പോൾ ആ കറക്റ്റായിട്ടുള്ള ആ മിനിസ്ട്രി അസോസിയേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ എൻ്റെ സഹോദരൻ ഭയങ്കരമായിട്ട് ഡീമൺ സ്പിരിറ്റിനെ പുറത്താക്കും, അശുദ്ധാത്മാക്കളെ പുറത്താക്കുന്ന വലിയൊരു ശുശ്രൂഷ ദൈവമനുഷ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത മറ്റ് ചില, എന്ന് വെച്ചാൽ ഈ ഡീമൺസ് പുറത്ത് വിട്ടുപോകുമ്പം ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ആയിട്ട് നിന്ന 2-3 പേരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ കൂടെ നിന്നവരെല്ലാം ഇപ്പം മിനിസ്റ്റർ ചെയ്യുന്നുണ്ട്. ആ കൂടെ നിന്നവരെല്ലാം ഇതേ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അത് ഇമ്പാർട്ടഡ് ആകുന്നതാണ്. നമ്മളിന്ന് അനുഭവിക്കുന്ന ഈ അഭിഷേകവും ദൈവശക്തിയും ദൈവകൃപയും എല്ലാം ഇന്നേക്ക് 2020 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് ജെറുസലേമിൽ വീണതല്ലേ. അതിങ്ങനെ ഇമ്പാർട്ടഡായി ഇന്നിപ്പം കേരളത്തിലും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇത് ചലിക്കുന്നില്ലേ. ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ഇപ്പം നമ്മൾ ആ ഇമ്പാർട്ടേഷനിൽ വിശ്വസിക്കണം സാറേ. എന്നെ കാണുന്ന മാന്യ പ്രേക്ഷകരോടും വിശ്വാസികളോടും ഒക്കെ എനിക്ക് പറയാനുള്ളത് ആ ഒരു, എന്നാൽ ഇത് റൈറ്റ് സ്പിരിറ്റും ആയിരിക്കണം. ഈ റോങ് ആയിട്ടുള്ള കൈവെപ്പ് ബുദ്ധിമുട്ടുണ്ടാക്കും. റോങ് അസോസിയേഷൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. എല്ലാ ആത്മാക്കളെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഫാമിലി ലൈഫിന് വളരെ പ്രാധാന്യത കൊടുക്കുന്ന, കുടുംബജീവിതത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, തൻ്റെ ഭാര്യയെ നന്നായി സ്നേഹിക്കുന്ന, പരിചരിക്കുന്ന, കുഞ്ഞുങ്ങളെ നന്നായി വളർത്തുന്ന അങ്ങനെയൊക്കെയുള്ളവരുണ്ട്. അവരുടെ അടുക്കൽ നമ്മൾ കുറച്ച് നേരം ആ വീട്ടിൽ പോയിരുന്ന് പ്രാർത്ഥിച്ച് അവരുടെ കൂടിയിരുന്ന് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ എന്തോ നമ്മുടെ കുടുംബത്തോടും നമുക്കൊരു പ്രത്യേകമായ ആ ദൈവമനുഷ്യൻ്റെ അടുത്ത് സഹകരിച്ചതുകൊണ്ട് എൻ്റെ മീതിയുള്ള എൻ്റെ പാസ്റ്റർ ഒരു ഫാമിലി ഓറിയൻറ്റഡ് മാനാണ്. എൻ്റെ പാസ്റ്റർ അടുക്കൽ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ കുറച്ചും കൂടെ എനിക്ക് എൻ്റെ ഫാമിലിയോടൊരു വല്ലാത്ത സ്നേഹം തോന്നും. അതൊരു ഇമ്പാർട്ടേഷനാണ്, ഉറപ്പായിട്ടും ഇമ്പാർട്ടേഷൻ. കൃപാദാനങ്ങളും അങ്ങനെ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ പാസ്റ്റർ ക്രിസിൻ്റെ അല്ലെങ്കിൽ പാസ്റ്റർ ബെനിഗൻ അല്ലെങ്കിൽ റൈനാർഡ് ബോങ്കെ അല്ലെങ്കിൽ ഈ ഹീലിംഗ് മിനിസ്ട്രിയിൽ ദൈവം ഉപയോഗിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷേകത്തിന് ഒത്തിരി പേരുണ്ട്, പറയാൻ സമയം പോരാ. ദിനവൃത്താന്ത പുസ്തകത്തിൽ പേരുകൾ കിടക്കുന്നത് പോലെ കിടപ്പുണ്ട്. അവരുടെ കൂടെയൊക്കെ ഒന്ന് കുറച്ച് നേരം ഇരുന്ന് വർത്തമാനം പറയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും നമ്മളുടെ അകത്തുള്ള ഈ ഒരു ഗ്രേസ് ഡബിൾ ആകുന്നത് നമുക്ക് ഫീൽ ചെയ്യും, ഉറപ്പായിട്ടും ഫീൽ ചെയ്യും. എന്നാൽ നെഗറ്റീവ് പറയുന്ന, ഈ പരിഹസിക്കുന്ന, പുച്ഛിക്കുന്ന, ഇങ്ങനെ എപ്പോഴും വിമർശനങ്ങൾ പറയുന്ന,
അസൂയയോട് ഇതിനെയൊക്കെ കാണുന്ന ആളുകളുടെ അടുത്തിരുന്നാൽ നമ്മുടെ അകത്തിരിക്കുന്ന ഹോളി സ്പിരിറ്റ് ഭയങ്കരമായിട്ട് അസ്വസ്ഥമാകുന്നത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പക്ഷേ റൈറ്റ് അസോസിയേഷൻ എന്ന് പറഞ്ഞല്ലോ, ഇമ്പാർട്ടേഷൻ എന്ന് പറയുന്ന ആ വിഷയം അതൊന്ന് വിശദമാക്കാം. കാരണം കർത്താവ് നമ്മുടെ വിളിയോട് ബന്ധപ്പെട്ടും ശുശ്രൂഷയോട് ബന്ധപ്പെട്ടും ചില അഭിഷക്തന്മാരുമായി അങ്ങനെയുള്ള ഉയർന്ന തലങ്ങളിൽ നിൽക്കുന്നവരുമായിട്ട് നമ്മളെ ഒരു ഡിവൈൻ കണക്ഷൻ എന്ന നിലയിൽ കൂട്ടിമുട്ടിക്കും. അപ്പോൾ ആ ഉണ്ടാകുന്ന ഇമ്പാർട്ടേഷൻ അതിൻ്റെ പ്രത്യേകതകൾ അതെങ്ങനെയാണെന്നൊന്ന് വിശദീകരിക്കാമോ? നമ്മളിപ്പോൾ ഞാൻ ഈ പറഞ്ഞു എന്നതിൻ്റെ ഇടയ്ക്ക് സാർ ഇത് ചോദിച്ചു. ശരിക്കും പറഞ്ഞാൽ ഈ ചില ആളുകൾ പറയും ആഫ്രിക്കയിലുള്ള ആളുകളുടെ അടുക്കൽ പോയി പ്രാർത്ഥിച്ചാൽ അത് വലിയ വിഷയമാണ്, റോങ് ആണ്. ഉണ്ടാകാം, പക്ഷേ ആഫ്രിക്കയിൽ എത്രയോ അനുഗ്രഹീതരായ ജീവിത വിശുദ്ധിയുള്ള എത്രയോ നല്ല അഭിഷിക്തന്മാരുണ്ട്, എത്രയോ നല്ല മനുഷ്യരുണ്ട്, ദൈവം ഉപയോഗിക്കുന്ന എത്രയോ ശക്തന്മാരായ ദൈവദാസന്മാരുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു ബസ് ഒരു റോഡ് സൈഡിൽ ഇടിച്ച് കിടക്കുന്നെന്ന് കരുതി എല്ലാ വഴിയിൽ പോകുന്ന എല്ലാ ബസ്സും ഇടിക്കുവാണോ? അല്ല. ഒരു കാറ് റോഡിൽ ഇടിച്ച് കിടക്കുന്നെന്ന് കരുതി വഴിയെ പോകുന്ന എല്ലാ കാറും ഇടിക്കുവാണോ? അല്ല, ഒരിക്കലും അല്ല. അല്ല. ഇപ്പോൾ ഒരു റോഡിൽ ഒരു നായ ചത്ത് കിടക്കുന്നു എന്ന് കരുതി ആ ദേശത്തുള്ള എല്ലാ നായും റോഡിൽ ചത്ത് കിടക്കുകയാണോ? അല്ല, ഒരിക്കലും അല്ല. അപ്പം ഇതിനകത്ത് കുഴപ്പമുണ്ട്. ഫേക്ക് പരിപാടികൾ നടത്തുന്നവരുണ്ട്, അതെല്ലായിടത്തും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്, അത് എല്ലാ ഫീൽഡിലും ഉണ്ട്. ഉണ്ട്. എന്നാൽ ഇതിൽ വളരെ ജെന്യൂനായി നിൽക്കുന്നവരുമുണ്ട്. അത് നമുക്ക് അവരുടെ ഫലത്തിലൂടെ നമുക്കത് അറിയാൻ പറ്റും. ചിലപ്പോൾ പെട്ടെന്ന് അറിയാൻ പറ്റിയെന്ന് വരില്ല, കുറച്ച് ദിവസം ഒന്ന് അസോസിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും, ഉറപ്പായിട്ടും പറ്റും. എന്നാൽ ദൈവം നമ്മളെ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ നമ്മളെ സൂക്ഷിക്കുന്ന ദൈവം തന്നെയാണ്. ഇന്ന് ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, കണ്ണും പൂട്ടി ചിലരെ അങ്ങ് വിമർശിച്ച് കളയും. ആഫ്രിക്കക്കാർ അവർ കുഴപ്പക്കാരാണ്, അമേരിക്കക്കാർ അവരെ വിശ്വസിക്കാൻ പാടില്ല, മലയാളി അവൻ ശരിയല്ല, അങ്ങനെ പറയരുത്, ഒരിക്കലും പറയരുത്. നിശ്ചയമായിട്ടും ഇതിനകത്തെല്ലാം നല്ല ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ജീവിത വിശുദ്ധിയോടെ നിൽക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് കരഞ്ഞ് നിലവിളിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട ഒത്തിരി അനുഗ്രഹീതരായ ശുശ്രൂഷകരുണ്ട്. അപ്പോൾ ഈ പാസിപ്പോൾ പറഞ്ഞ പോലെ ഇവരിതിനകത്ത് ഇടുന്ന ഒരു എഫേർട്ട്, പ്രാർത്ഥിക്കുന്നു, ഫാസ്റ്റ് ചെയ്യുന്നു, അവരുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നു. അപ്പോൾ പലർക്കും ഇത് ലഭിക്കാതെ പോകുന്നത് കൊണ്ട് ആ മോഹഭംഗത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഇത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് അതിന് വില കൊടുക്കാൻ കഴിയുന്നില്ല, അപ്പം അതിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു എന്നാൽ പിന്നെ ഇങ്ങനെയൊന്നും ഇല്ല, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ജെനുവനായിട്ടുള്ളവരുമുണ്ട്, എനിക്ക് കിട്ടാത്തതുകൊണ്ട് എന്നാൽ പിന്നെ ഇതിങ്ങനെയൊന്നും ഇല്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ അവരവരുടെ വ്യക്തിപരമായ അനുഭവങ്ങളോ അഭിപ്രായങ്ങളോ. നമ്മൾ ബൈബിൾ നോക്കിയാൽ മതി, നമ്മൾ ദൈവവചനം നോക്കിയാൽ മതി, നമ്മൾ ആ വചനത്തിൽ വിശ്വസിച്ചാൽ മതി. ബൈബിളിൽ ആ കാര്യം ഉണ്ടോ എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ ഈ ഇമ്പാർട്ടേഷൻ എന്ന് പറയുമ്പോൾ തന്നെ മലയാളം ബൈബിള് വായിച്ച ഒരാൾക്ക് പെട്ടെന്ന് ഇമ്പാർട്ടേഷൻ എന്ന് പറയുന്ന വാക്ക് ഇഷ്ടപ്പെടുകയില്ല, എന്തോന്ന് ഇമ്പാർട്ടേഷൻ ചോദിക്കും. പക്ഷേ നമ്മൾ റോമർക്കെഴുതിയ ലേഖനം എനിക്ക് തോന്നുന്നു 1-ാം അധ്യായം 11-ാം വാക്യം, ആ റോമർ 1:11 അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുന്നത്, നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീക വരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന് എന്നെഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീക വരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടത്. പക്ഷേ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഫോർ ഐ ലോങ് ടു സീ യു ദാറ്റ് ഐ മേ ഇമ്പാർട്ട് അൺടു യു സം സ്പിരിച്വൽ ഗിഫ്റ്റ്. ദാറ്റ് ഐ മേ ഇമ്പാർട്ട് അൺടു യു സം സ്പിരിച്വൽ ഗിഫ്റ്റ്. അപ്പോൾ ആ സ്പിരിച്വൽ ഗിഫ്റ്റ് ആത്മീക വരം എങ്ങനെയാണ് വരുന്നത്? ഇമ്പാർട്ടേഷൻ, ഇമ്പാർട്ട് കൃത്യമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. എന്നാൽ നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീക വരം വല്ലതും നിങ്ങൾക്ക് ലഭിക്കേണ്ടതെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊന്നും മനസ്സിലായില്ല. പിടികിട്ടുന്നതാണ്. അത് ഇമ്പാർട്ട് ചെയ്യപ്പെടുന്നു, അത് പകരപ്പെടുന്ന ഒന്നാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൗലോസ് അങ്ങനെ ഇമ്പാർട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. 1 തിമോത്തിയോസിന്റെ ലേഖനം എനിക്ക് തോന്നുന്നു 4-ാം അധ്യായം 14-ാം വാക്യത്തിൽ, ഫസ്റ്റ് തിമോത്തി ചാപ്റ്റർ 4:14 തിമോത്തിയോസിനോട് പൗലോസ് പറയുന്നുണ്ട്, മൂപ്പന്മാരുടെ കൈവപ്പോടുകൂടെ പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായ നിന്നിലുള്ള കൃപാവരം ഉപേക്ഷിക്കരുത്. അപ്പൊ നിനക്ക് ആ പ്രവചനത്തോടു കൂടിയ ആ കൃപാദാനം ലഭിച്ചത് കൈവപ്പിനാണ്, അത് ഇമ്പാർട്ട് ചെയ്യപ്പെട്ടതാണ്, അത് പകരപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഈ സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം, അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കേട്ടോ. അതിന്റെ 24-25 വാക്യങ്ങളിൽ സംഖ്യാപുസ്തകം 11:24-25 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ മോശ ചെന്ന് യഹോവയുടെ വചനങ്ങളെ ജനത്തോട് പറഞ്ഞു. ജനത്തിന്റെ മൂപ്പന്മാരിൽ 70 പുരുഷന്മാരെ കൂട്ടി കൂടാരത്തിന്റെ ചുറ്റിലും നിർത്തി. അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, എന്നാറേ
യഹോവ മേഘത്തിലിറങ്ങി അവനോട് അരുളി ചെയ്തത്, അവൻ്റെ മേലുള്ള ആത്മാവിനെ കുറെ എടുത്ത് മൂപ്പന്മാരായ 70 പുരുഷന്മാർക്ക് കൊടുത്തു. മോശയുടെ മേളിലുള്ള മോശ ആരാ? പ്രൊഫറ്റാണ്. മോശ പ്രവാചകനാണ്. അതെ. അപ്പോൾ മോശയുടെ മേളിൽ കിടന്ന ആത്മാവിനെ കുറെ എടുത്ത് 70 പുരുഷന്മാർ കൊടുത്തു. ആത്മാവ് അവരുടെ മേൽ ആവശ്യപ്പോൾ അവരും പ്രവചിച്ചു. അപ്പോൾ പ്രൊഫറ്റിന്റെ മേളിൽ നിന്ന് ഇമ്പാർട്ട് ചെയ്ത സ്പിരിറ്റ് പ്രൊഫറ്റിക് സ്പിരിറ്റ് ആണ്. പ്രവാചകന്റെ മേലിൽ നിന്ന് പകരപ്പെട്ട ആത്മാവ് പ്രവചിപ്പിക്കുന്ന ആത്മാവായതിനാൽ അവരും പ്രവചിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ജോഷുവായെ മോശ കൈവച്ച് അനുഗ്രഹിച്ചിരുന്നതിനാൽ അവൻ ജ്ഞാനാത്മപൂർണനായി തീർന്നു എന്ന് ബൈബിൾ വായിക്കുന്നുണ്ട്. മോശ ജോഷുവായെ കൈവച്ച് അനുഗ്രഹിച്ചിരുന്നതിനാൽ അവൻ ജ്ഞാനാത്മപൂർണനായിരുന്നു. അപ്പം ആ ഇമ്പാർട്ടേഷൻ എന്ന് പറയുന്ന കാര്യം 100% ബൈബിൾ വായിക്കുന്ന ഒരാൾ വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ്. 100% അത് ഇമ്പാർട്ട് ചെയ്യപ്പെടുന്ന ഒന്ന് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ആവർത്തന പുസ്തകം 34-ാം അധ്യായം അല്ലേ? അവിടെ എഴുതിയിരിക്കുന്നത് 34-ന്റെ 9-ാമത്തെ വാക്യത്തിലാണ് എഴുതിയിരിക്കുന്നത്. ആ വാക്യത്തിൽ എങ്ങനെയാണ്? നൂന്റെ മകനായ ജോഷുവെ മോശ കൈവച്ച് അനുഗ്രഹിച്ചിരുന്നത് കൊണ്ട് അവൻ ജ്ഞാനാത്മപൂർണനായി തീർന്നു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ ജോഷുവയെ അനുസരിച്ചു. എത്ര ക്ലിയറാണ്, എത്ര വ്യക്തമാണ്. ഇമ്പാർട്ടേഷൻ ഇല്ല, ആത്മപകർച്ചയില്ലെന്നൊന്നും നമ്മൾ പറയരുത്. അല്ല, പുതിയ നിയമത്തിലും പിന്നെ അപ്പോസ്തലന്മാർ ചെന്ന് അവരുടെ മേൽ കൈവച്ച് പരിശുദ്ധാത്മാവരെ അവർ പ്രാപിച്ചെന്ന് പറയുന്നു. അവർ കൈവച്ച് പ്രാപിച്ചു. എന്നാൽ അതിൻ്റെ ഒരുത്തൻ അത് പണത്തിന് മേടിക്കാൻ വന്നു. അവനോട് പറഞ്ഞു, ഇത് പണം കൊടുത്താൽ കിട്ടുന്നതല്ല, നീ നിന്റെ ധനവും നിന്റെ കൂടെ നശിച്ചു പോകും, ഇത് പൈസ കൊടുത്ത് മേടിക്കുന്നതല്ല. ഇതൊരു ഡിസയർനെസ് ആണ്, ഇതൊരു കോളിംഗ് ആണ്, ഇത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രൊഫറ്റിക് ഗ്രേസ് ഇമ്പാർട്ടേഷനിലൂടെ ശക്തമായി നമ്മളിലേക്ക് വെളിപ്പെടാം. അപ്പോൾ റിജോയ് സാർ എന്നോട് ചോദിച്ചല്ലോ, ഇത് നമ്മൾ ഒരു എഴുതി കാണിക്കുവാനോ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുവാണോ നമുക്ക് തോന്നുവാണോ എന്നൊക്കെ ചോദിച്ചല്ലോ. സാറേ, ഓരോരുത്തർക്കും ഓരോ തലത്തിലാണ് അവരുടെ അനുഭവങ്ങൾ. ഞാൻ പണ്ട് ഒരു ദൈവദാസനോട്, ഈ പ്രൊഫറ്റിക് മിനിസ്ട്രിയൊക്കെ ചെയ്യുന്ന ആളിനോട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കർത്താവിൻ്റെ എനിക്ക് ഈ ഒരു ശുശ്രൂഷയിൽ കുറച്ചും കൂടെ ഷാർപ്പാണ്. വളരെ സീനിയർ, എന്നേക്കാളൊക്കെ വളരെ സീനിയറായിട്ടുള്ള ഒരാളാണ്. കുറച്ചുകൂടെ ഷാർപ്പാകണം. പാസ്റ്റർ എങ്ങനെയാണ് ഇത് പറയുന്നത്, എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുന്നത്, എങ്ങനെയാണ് ഇത് കാണുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, കർത്താവ് എന്നെ ഇത് എഴുതി കാണിക്കുവാന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്തൊക്കെയോ ദൈവം എഴുതി കാണിക്കാൻ വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഞാനൊന്നും കാണുന്നുമില്ല. എഴുതി കാണിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്, എനിക്ക് പ്രത്യേകിച്ചൊന്നും കാണാൻ കഴിയുന്നില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ അത് അദ്ദേഹത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ഗിഫ്റ്റാണ്. അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒരു അനുഭവമാണ്. അതെല്ലാവർക്കും ഒരുപോലെ ഉണ്ടാകണമെന്ന് ചിന്തിക്കരുത്. ആ ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട് എന്നാണ് കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്. കൃപാദാനങ്ങളിൽ വ്യത്യാസമുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. അല്ല, പത്രോസ് തന്നെ പറയുന്നുണ്ട്, പൗലോസും തനിക്ക് ലഭിച്ച കൃപപ്രകാരം ധാരാളം എഴുതുന്നു. അതെ. അപ്പം ഓരോരുത്തർക്കും പത്രോസ് അത് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് പൗലോസിന് ആ രീതിയിലുള്ള സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്, പക്ഷേ അദ്ദേഹം എഴുതുന്നത് വേറൊരു ലെവലാണ്. അതെ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ടല്ലോ, പലരാൽ ലഭിച്ച ദൈവകൃപ, പലരിലൂടെ നമ്മിലേക്ക് പകരപ്പെട്ടതായ ആ ഇമ്പാർട്ടേഷൻ. ഈ ശമൂവേലിന്റെ പ്രവചന പുസ്തകത്തിലെ 1-ാം അധ്യായം വളരെ ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ള, നിങ്ങൾ എല്ലാവരും അത് വായിച്ചിരിക്കണം. ബൈബിൾ തുറന്ന ആ ഭാഗം നോക്കണം. സാമുവേൽ ഒരു ഗ്രേറ്റ് പ്രോഫറ്റാണ്. സാമുവേലിനെ പോലൊരു പ്രോഫറ്റ് വേറെ ഇല്ല, അത്ര ശക്തനാണ്. ദാൻ മുതൽ ബർഷേബ വരെ ദൈവത്തിൻ്റെ വിശ്വസ്ത പ്രവാചകനായിരുന്നു. അപ്പോൾ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ച പ്രവാചകനാണ്, അല്ലേ? ഈ 1 ശമൂവേലിന്റെ പ്രവചന പുസ്തകം 9-ാം അധ്യായത്തിൽ കീശിന്റെ കഴുതകളെ, എന്ന് വെച്ചാൽ ശൗലിന്റെ പിതാവിന്റെ കഴുതകളെ കാണാതെ പോയപ്പോൾ, അദ്ദേഹം ഒത്തിരി സമ്പന്നനായ മനുഷ്യനായിരുന്നു. മകനായ ശൗലും ഒരു ഭൃത്യനും കൂടി കഴുതകളെ അന്വേഷിച്ച് നടക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് അവിടെ. ഈ നഷ്ടപ്പെട്ടു പോയ, കാണാതെ പോയ കഴുതകളെ അന്വേഷിച്ച് ഇവർ രണ്ടുപേരും ഇങ്ങനെ നടക്കുമ്പോൾ അതിൻ്റെ 6-ാമത്തെ വാക്യത്തിനകത്ത് ശൗലിന്റെ കൂടെയുള്ള ഭൃത്യൻ ശൗലിന് പറഞ്ഞു കൊടുക്കുകയാണ്, ഈ പട്ടണത്തിൽ ഒരു ദൈവപുരുഷനുണ്ട്, അവൻ മാന്യനാകുന്നു. മലയാളത്തിലെ അവൻ മാന്യനാകുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം അവൻ, നമ്മൾ പറയുന്നില്ല പുള്ളി മാന്യനാകുന്നു, അങ്ങനെയല്ല. അവിടെ എഴുതിയിരിക്കുന്നത് ആൻഡ് ഹീ ഈസ് ആൻ ഓണറബിൾ മാൻ. ഈ പട്ടണത്തിലൊരു ദൈവപുരുഷനുണ്ട്, അവൻ ബഹുമാന്യനാകുന്നു എന്നാണ്. എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന ഒരു മനുഷ്യനാകുന്നു എന്നാണ്. അവൻ പറയുന്നതെല്ലാം ഒത്തുവരും. റിജോയ് സാറ് സാമുവേലിനെ പ്രൊഫറ്റായിട്ട് അംഗീകരിക്കുന്നുണ്ടോ? യെസ്, ഓഫ് കോഴ്സ്.
പ്രവാചകനായിട്ട് അംഗീകരിക്കുന്നുണ്ട്. ഉണ്ട്. അപ്പോൾ പ്രൊഫറ്റിക് എന്തുവാന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ. അവൻ പറയുന്നതെല്ലാം ഒത്തുവരുന്നു, കറക്റ്റാകുന്നു. നാം പോകുവാനുള്ള വഴി അവൻ പക്ഷേ പറഞ്ഞു തരും എന്ന് പറഞ്ഞാൽ, ഇപ്പം ശൗലിൻ്റെ ഭൃത്യൻ ശൗലിനോട് പറയാണ്, നിന്റെ അപ്പൻ്റെ കഴുത ഇപ്പം എവിടെ ഉണ്ടെന്നുള്ള ലൊക്കേഷൻ പ്രൊഫറ്റിൻ്റെ അടുത്ത് ചെന്നാൽ പ്രൊഫറ്റ് ആ ലൊക്കേഷൻ പറഞ്ഞു തരും. മനസ്സിലാവുന്നു? അതൊരു ഫീച്ചറാണ്. അത് എവിടെയുണ്ടെന്ന് പുള്ളി റിവീൽ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഒരു വായിച്ചിട്ടുള്ള, ചിന്തിച്ചിട്ടുള്ള കാര്യം അങ്ങനെയൊക്കെയാണോ? ഒരു പ്രവാചകൻ എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ ലൊക്കേഷൻ പറഞ്ഞു തരിക, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് നമുക്ക് വെളിപ്പെടുത്തി തരിക. ഇനി അതിലെല്ലാം ഉപരിയായിട്ട് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം അതിൻ്റെ 15-ാം വാക്യമാണ്. അതിൻ്റെ 15-ാം വാക്യം, ഈ ശൗലിൻ്റെ കൂടെയുള്ള ഭൃത്യനും അവിടെ സാമുവേലിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ആ 15-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, എന്നാൽ ശൗൽ വരുന്നതിന് ഒരു ദിവസം മുമ്പേ യഹോവ അത് ശമൂവേലിന് വെളിപ്പെടുത്തി. എന്ന് വെച്ചാൽ പിറ്റേ ദിവസം ആരാണ് തൻ്റെ അടുത്ത് വരുന്നത് എന്നുള്ളത് തലേ ദിവസം തന്നെ പ്രോഫറ്റിന് ദൈവം റിവീൽ ചെയ്തു. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് മനസ്സിലാകുന്നുണ്ടോ? കംപ്ലീറ്റ് ഡീറ്റെയിൽസ് തലേ ദിവസം തന്നെ ദൈവം അത് പറഞ്ഞു കൊടുത്തു. ചില മീറ്റിങ്ങുകൾക്കൊക്കെ പോകുന്നതിൻ്റെ തലേ ദിവസങ്ങളിലൊക്കെ നമ്മളിരുന്ന് പ്രാർത്ഥിക്കുമ്പം അടുത്ത ദിവസം നിൻ്റെ മീറ്റിങ്ങിൽ ഇങ്ങനൊരാൾ പങ്കെടുക്കും, നീ അവനെ എഴുന്നേൽപ്പിച്ച് നിർത്തി പ്രാർത്ഥിക്കണം എന്ന് പരിശുദ്ധ ആത്മാവ് നമുക്ക് ആലോചന പറഞ്ഞു തരും, അല്ലെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ വെളിപ്പെടുത്തി തരും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മീറ്റിങ്ങിന് നിന്നിട്ട് പറയുകയാണ്, ഇന്നലെ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ ഇന്ന് ഈ മീറ്റിങ്ങിന് വരുമെന്ന്, ഇങ്ങനൊരാൾ ഇവിടെ എത്തുമെന്ന് എനിക്ക് വെളിപ്പെടുത്തി തന്നു എന്ന് പറയുമ്പോൾ മെജോറിറ്റി ഓഫ് ആളുകളും ഒരുപക്ഷെ ചിന്തിക്കുന്നത് ഇവൻ എവിടുന്നോ എവിടുന്നോ ആ ഡീറ്റെയിൽസ് കിട്ടി ഇവൻ പറയുക എന്നുള്ളതായിരിക്കും ചിന്തിക്കുന്നത്. മാനുഷികമായിട്ട് അങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നത്. അങ്ങനെയാണോ ബൈബിൾ എഴുതിയിരിക്കുന്നത്? ഒരിക്കലുമല്ല. ശൗല് വരുന്നതിന് തലേ ദിവസം തന്നെ, അറ്റ് ദ നെക്സ്റ്റ് ഡേ, ആരാണ് തന്നെ മീറ്റ് ചെയ്യാൻ വരുന്നതെന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും ദൈവത്തിൻ്റെ ആത്മാവ് പ്രവാചകന് വെളിപ്പെടുത്തി കൊടുത്തു. ശമൂവേൽ അത് ഭയങ്കരമായിട്ട് വിശ്വസിച്ചിട്ടുണ്ട്. കാരണം തൻ്റെ ബാല്യക്കാരനോട് പറഞ്ഞു, ഞാൻ ഇന്നലെ ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ ഇന്നലെ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ആ ഒരു കുറക്, ആ മീറ്റിൻ്റെ പോർഷൻ അത് കൊണ്ടുപോവാം. അപ്പോൾ അദ്ദേഹം ഈ വാക്ക് കേട്ട് കർത്താവ് വെളിപ്പെടുത്തൽ അനുസരിച്ച് ഹി വാസ് ഫുള്ളി പ്രിപ്പയർഡ്, ഫുള്ളി ബിലീവ്ഡ് ഇറ്റ്. അന്ന് ഇവർ രണ്ടുപേരും കൂടെ ശമൂവേലിൻ്റെ വീട്ടിൽ വരുന്ന സമയത്ത് ശമൂവേൽ പറയുന്നുണ്ട്, ഇന്നത്തെ ദിവസം നിങ്ങൾ ഞങ്ങളുടെ കൂടെ പാർക്കാനായിട്ട്. അടുത്ത ദിവസം ഇവർ പോകാൻ ഇറങ്ങുമ്പം എനിക്ക് തോന്നുന്നു ശമൂവേൽ 9:27 വാക്യത്തിലാണ് ശമൂവേൽ പറയുന്നുണ്ട്, ഞാൻ നിന്നോട് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന് നീ അല്പം നിൽക്കുക എന്ന് പറഞ്ഞു. 10-ാമത്തെ വാക്യത്തിൽ ശമൂവേൽ തൈലപാത്രം എടുത്ത് അവനെ മേൽ തൈലമൊഴിച്ച് അഭിഷേകം ചെയ്തു. യഹോവ തൻ്റെ അവകാശത്തിൻ്റെ പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പോൾ 2-ാമത്തെ വാക്യത്തിൽ, നീ ഇന്ന് എന്നെ പിരിഞ്ഞു പോകുമ്പോൾ ബെന്യാമീൻ്റെ അതിരിലെ സെൽഹസിൽ റാഹേലിൻ്റെ കല്ലറയ്ക്കൽ വെച്ച് 2 ആളെ കാണും. നീ അന്വേഷിക്കാൻ പുറപ്പെട്ടു പോകുന്ന കഴുതകളെ കണ്ടു കിട്ടിയിരിക്കുന്നു. നിൻ്റെ അപ്പൻ കഴുതയെക്കുറിച്ചുള്ള ചിന്ത വിട്ട് എൻ്റെ മകന് വേണ്ടി ഞാൻ എന്ത് ചെയ്യേണ്ടു എന്ന് പറഞ്ഞ് നിങ്ങളെക്കുറിച്ച് വിശാചിരിക്കുന്നു. ഡീറ്റെയിൽസ് പറയുന്നുണ്ടോ? ഫോറൻസിക് ഡീറ്റെയിൽസ്. അങ്ങനെയൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ നമ്മളെ തെറ്റായ രീതിയിൽ അതിനെ എടുക്കും. ഫോറൻസിക്കിൻ്റെ അർത്ഥം എന്നാ സാറേ? അത്രയും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഉള്ളൊരു ഡീറ്റെയിൽ ആയിട്ട് എന്നുള്ളത് തന്നെ. അതിനെയൊക്കെ വേറെ രീതിയിൽ ആളുകൾ അതിനെയൊക്കെ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട്. ഇപ്പം നിൻ്റെ അപ്പൻ, പ്രവാചകൻ പറയാം, ഇപ്പം നിൻ്റെ അപ്പൻ നിന്നെക്കുറിച്ചുള്ള കഴുതകളെക്കുറിച്ചുള്ള ചിന്ത വിട്ടിട്ട് നിന്നെക്കുറിച്ചാണ് ഇപ്പം ചിന്തിക്കുന്നത്. ഇപ്പം നിൻ്റെ കഴുതകൾ റാഹേലിൻ്റെ കല്ലറയ്ക്കൽ അരികിൽ നിപ്പുണ്ട്. ആ സ്പിരിറ്റുലത്തിൽ ഒരു വിഷൻ പോലെ കണ്ടിട്ട് പ്രൊഫറ്റ് പറയുകയാണ്. അതെ, അവിടെ ചെല്ലുമ്പോഴും ചോദിക്കുന്നത് ദർശകൻ ഉണ്ടോന്നാണ്, അല്ലെ? സാമുവേലിനെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ദർശകൻ എവിടെയാണ്? സീർ എന്നാണ് എഴുതിയിരിക്കുന്നത്. SER, സീർ ഇവിടെ ഉണ്ടോ എന്നാ ചോദിക്കുന്നത്. കാണുന്നവൻ. സീർ എന്ന് പറഞ്ഞാൽ കാണുന്നവൻ, ദർശിക്കുന്നവൻ, ആത്മതലങ്ങളെ കാണാൻ കഴിയുന്നവൻ. ഹല്ലേലൂയ. ശരിക്കും ദാറ്റ്സ് എ ഗ്രേറ്റ് മിനിസ്ട്രി. പാസ്റ്ററുടെ ശുശ്രൂഷയിൽ പാസ്റ്റർ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പാസ്റ്റർ അതിലോട്ട് വന്നില്ല, പേര് എങ്ങനെ വെളിപ്പെടുന്നു എന്നുള്ളത് പറഞ്ഞില്ല. എങ്കിലും ഞാനൊരു കാര്യം കയറ്റി ചോദിക്കുകയാണ്. മൂവാറ്റുപുഴ നടന്ന ഒരു മീറ്റിങ്ങിന് പാസ്റ്റർക്ക് ഒരു പേര് വെളിപ്പെടുന്നു.
ബബിത എന്ന് പറയുന്ന ഒരു പേര് വെളിപ്പെടുന്നു. പാസ്റ്റർ എന്നിട്ട് അവരോട് ഡീറ്റെയിൽഡായിട്ട് പറയുന്നു. അതിനുശേഷം ഒരു കാര്യം പറഞ്ഞത്, ഞാൻ സഹോദരി നിങ്ങളെ കാണുന്നു, നിങ്ങളുടെ അടുത്തൊരു കുഞ്ഞിനെ കാണുന്നു, പക്ഷേ ഈ സൈഡിൽ ആ ഭാഗം വേക്കൻ്റാണ്, അവിടെ ഞാൻ ആളെ കാണുന്നില്ല. അത് ആത്മതലത്തിൽ പാസ്റ്റർ കണ്ണ് തുറന്നിരിക്കുമ്പോൾ തന്നെ കണ്ടതായിട്ടാണ് പാസ്റ്റർ എന്ന അനുഭവം പറഞ്ഞത്. അതെങ്ങനെയാണ് അതങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊന്ന് പറയാമോ? സാറേ, അത് വിഷൻസ് ആണ്. നമ്മൾ ഒരു സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡിൽ നമ്മൾ കാണുന്ന, അല്ലെങ്കിൽ ഒരു 5 സെക്കൻഡ് 3 സെക്കൻഡ് നമ്മുടെ അകത്തേക്ക് വരുന്ന ഒരു വിഷനാണ്, ഒരു ചിത്രം പോലെ നമുക്ക് അകത്തുണ്ടാകുന്ന ഒരു അനുഭവമാണ്, ഒരു എക്സ്പീരിയൻസ്. യഥാർത്ഥത്തിൽ ആ സഹോദരിയുടെ ഹസ്ബൻഡ് മരിച്ചിട്ടിരിക്കുന്ന സമയമാണ്. അതെ, ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്നതാണ്. അതെ, ആ ഭാഗം വേക്കൻ്റ് ആണെന്ന് അടുത്ത് പറയത്തക്ക വിധത്തിൽ ആ ഒരു കാഴ്ച കാണുകയാണ്. ഒത്തിരി ഇൻസിഡൻറ്റുകളുണ്ട്, എണ്ണി പറയാൻ കഴിയാത്ത പോലത്തെ ഇൻസിഡൻറ്റുകൾ ധാരാളമുണ്ട്. ഒന്നോ രണ്ടോ കാര്യമാണെങ്കിൽ അതിങ്ങനെ ഓർത്തു വെച്ചിരുന്ന് എല്ലാ മീറ്റിങ്ങിലും പറയാം. ഇതിപ്പോൾ ഏതാ പറയേണ്ടിയെന്നുള്ളത് എന്താ പറയേണ്ടിയെന്നുള്ളത് അറിയില്ല. ഇതെല്ലാം ദൈവം ചെയ്യുന്ന ഓരോരുത്തരെ വിടുവിക്കാൻ, സൗഖ്യമാക്കാൻ, രക്ഷിക്കാൻ, അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് ദൈവം ചെയ്യുന്ന കാര്യമാണ് ഇതെല്ലാം. ഒരു ഫാമിലിയെ കർത്താവ് ഒരു കാര്യം അത് വെളിപ്പെടുത്തി തരുന്നത് അവരോടുള്ള സ്നേഹമാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു ഫാമിലിയോട് പരിശുദ്ധാത്മ വളരെ ഹൃദ്യമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഒത്തിരി സംഭവമുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ എല്ലാം ക്ലിയറായിട്ട് ഓർക്കുന്നില്ല, അറിയാവുന്ന കാര്യം ഞാൻ പറയാം. എനിക്ക് തോന്നുന്നു ഒരു ജോസഫ് എന്ന പേര് കർത്താവ് റിവീൽ ചെയ്തു. പിന്നെ അവരുടെ വീട്ടിലെ ആക്സിഡൻസ്, ഒരു മരണം, അങ്ങനെ കുറേ ഡീറ്റെയിൽസിലോട്ട് പോയി. എന്നിട്ട് അവിടെ നിന്ന് ഒരു മോനുണ്ട് അവരുടെ കൂടെ. ആ മോൻ്റെ പേര് കർത്താവ് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് ആ കുഞ്ഞ്, എനിക്ക് തോന്നുന്നു ഒരു 10 വയസ്സിന് താഴെയുള്ളൊരു മകനാണ്. അവനൊരു മെസ്സേജ് ഒരു പേപ്പറിൽ എഴുതി അടുത്ത 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നു അവിടെ ചെന്നപ്പം ഞങ്ങളുടെ വോളണ്ടിയേഴ്സിൻ്റെ കൊടുത്തത് എനിക്ക് കിട്ടി. ആ മകൻ അതിനകത്ത് രേഖപ്പെടുത്തിയൊരു കാര്യം, ശരിക്കും അവൻ്റെ വിശ്വാസവും എല്ലാം നഷ്ടപ്പെട്ട്, ശരിക്കും അവൻ്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ദൈവം എവിടെ എന്ന് പോലും അവൻ ചോദിച്ച സാഹചര്യത്തിൽ അവൻ ഇപ്പോൾ എഴുതിയിരിക്കുകയാണ്, ഈ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ദൈവം എന്നെ അറിയുന്നു, എൻ്റെ ദൈവം എൻ്റെ ഡാഡിയെ അറിയുന്നു, എൻ്റെ ദൈവം എൻ്റെ മമ്മയെ അറിയുന്നു. സാറേ, 1 കൊരിന്ത്യർ 14 അധ്യായത്തിൻ്റെ 24 വാക്യത്തിലെ പൗലോസ് പറയുന്നുണ്ട്, എല്ലാവരും പ്രവചിക്കുന്നുവെങ്കിലോ. ആ വാക്യൻ്റെ ആകത്തുക എന്ന് പറയുന്നത് എല്ലാവരും പ്രവചിക്കണമെന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എല്ലാവരും പ്രവചിക്കുന്നുവെങ്കിലോ അവിശ്വാസിയോ ആത്മവരമില്ലാത്തവനോ അകത്ത് വന്നാൽ എല്ലാവരുടെ വാക്കിനാലും അവന് പാപബോധം വരും, അവൻ എല്ലാവരാലും വിവേചിക്കപ്പെടും. ഞാൻ ഒത്തിരി സ്ഥലത്ത് ഇത് കണ്ടിട്ടുണ്ട്. അവിശ്വാസികളായിട്ടുള്ള, അല്ലെങ്കിൽ ഇത് ബൈബിളുമായിട്ടോ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളായിട്ടോ ഒന്നും യാതൊരു തരത്തിലുള്ള ബന്ധം പോലും ഇല്ലാത്ത ആളുകളെ പരിശുദ്ധാത്മാവ് വളരെ ഡീറ്റെയിൽ ആയിട്ട് അവരെ രക്ഷിക്കാൻ, അവരെ സേവ് ചെയ്യാനായിട്ട് ഇടപെടുന്ന സമയത്ത് ചിലർ മുട്ട കുത്തിന്ന് കരയുന്നതും, ചിലർ കവന്ന് വീണ് കിടന്ന് നിലവിളിച്ച് കരയുന്നതും, ആ മീറ്റിംഗ് കഴിയുമ്പോൾ അവർ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കാനായിട്ട് തീരുമാനമെടുക്കുന്നതും, പാപവഴികളെ ഉപേക്ഷിച്ച് തുടർന്നുള്ള ജീവിതം ഇനി യേശുവിന് വേണ്ടിയാണെന്ന് അവർ പറയുന്നതും സമർപ്പിക്കുന്നതും. കാരണം എന്നെ അറിയുന്നൊരു ദൈവമുണ്ട്, എന്നെ കാണുന്നൊരു ദൈവമുണ്ട്. അവരുടെ വിശ്വാസം അങ്ങ് ഡബിളായി, അങ്ങ് ഇരട്ടിയായി, വർദ്ധിക്കാനായിട്ടിടയായി. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഇതിനകത്ത് ഞാൻ ഒരു കാര്യയുടെ, അല്ലെങ്കിൽ വിട്ടുപോകും, ഒരു കാര്യയുടെ പ്രധാനമായിട്ട് പറയാം. ഇങ്ങനെയുള്ള ശുശ്രൂഷകളെല്ലാം അനുകരിക്കുന്നവരുണ്ട്, ഫേക്കായിട്ട് പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇത് ഫേക്കായിരുന്നു, അല്ലെങ്കിൽ അത് ഒരു വെറുതെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞായിരുന്നു ഉള്ളതിൻ്റെ തെളിവെന്ന് വെച്ചാൽ, യഥാർത്ഥമായി ദൈവം ഒരു കാര്യം ഇടപെട്ടാൽ, ദൈവത്താലാണ് ആ കാര്യം റിലീസാകുന്നതെങ്കിൽ അതിന് റിസൾട്ട് ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. ദൈവത്താൽ പറയപ്പെടുന്ന ഒരു കാര്യത്തിന്, ദൈവത്താൽ സംഭവിക്കുന്ന ഒരു ഇൻസിഡൻറ്റിന് എപ്പോഴും അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. എന്നാൽ ചിലരുടെ അവിശ്വാസ നിമിത്തവും വീണ്ടും അവരുടെ ആ ഒരു എന്താ പറയുക, അവർക്ക് അവരത് വിശ്വസിക്കാത്ത നിമിത്തമൊക്കെ ചിലതൊക്കെ മിസ്സായി പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ മെജോറിറ്റി, എൻ്റെ ഭാഷയിൽ പറഞ്ഞൊരു 90% ദൈവികമായ ഇടപെടലുകൾ പൂർണ്ണതലത്തിൽ വരും. എന്നാൽ ചില ഇപ്പം ദൈവം നമ്മുടെ മുമ്പിൽ ഒരു കാര്യം വെച്ച് നീട്ടുമ്പോൾ എനിക്കത് വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട, എനിക്കത് കിട്ടുകയില്ല, ഉറപ്പാണ്.
നമ്മൾ എടുക്കുന്ന തീരുമാനത്തിൻ്റെ മേളിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ സാറിൻ്റെ മേളിൽ ഇപ്പോൾ എത്ര ശുശ്രൂഷയിൽ ദൈവം ഉപയോഗിക്കുന്ന എത്ര പ്രവചനം ഉണ്ടെങ്കിലും ഭയങ്കര ശുശ്രൂഷകനാവും എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ആ ദൈവകൃപയിൽ നിന്നില്ല, വഴിതെറ്റി വഴിവിട്ടാ ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ദൈവത്തിന് നമ്മളെ അതിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയില്ല. കഴിയും, പക്ഷേ സമയമെടുക്കും, ബുദ്ധിമുട്ടാവും. അതെ, അതാ അതിൻ്റെ ഡിലേ ഉണ്ടാവും, സമയം ഒത്തിരി വൈകും. മനസ്സിലാകുന്നുണ്ട്? സമയം വൈകും. ഇപ്പം നിനവയ്ക്ക് പോകാൻ പറഞ്ഞവൻ തർശീശിലോട്ട് പോയി, അവൻ ഒത്തിരി ഡിലേ ആക്കി ഈ കാര്യം. ഫൈനലി ദൈവം യോനായെ അവിടെ കൊണ്ടുവന്നു എന്നുള്ളത് സത്യമാണ്. അതെ, പക്ഷേ പുള്ളി കയറിയ ബോട്ടിന് പോലും പ്രശ്നമായി. അവനെ വെള്ളത്തിലെടുത്ത് എറിയേണ്ടിയൊക്കെ വന്നു. തീർച്ചയായിട്ടും ഈ പ്രൊഫറ്റിക് മിനിസ്ട്രി എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിലെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതാണ്, എഡിഫൈ ചെയ്യുന്നതാണ്, എൻകറേജ് ചെയ്യുന്നതാണ്. ഒരിക്കലും ഒരു പ്രവചനങ്ങളും ആരെയും ഡിസ്കറേജ് ചെയ്യത്തില്ല. എന്ന് വെച്ചാൽ ഒരു ദൈവീകമായ ഇടപെടലുകളും ആരെയും നശിപ്പിച്ച് കളയത്തില്ല. എല്ലാ ദൈവീകമായ ഇടപെടലുകളും ആളുകളെ പണിതുയർത്തത്തേ ഉള്ളൂ. നമ്മളെ പേടിപ്പെടുത്തുന്ന, നമ്മളെ ഡൗൺ ആക്കുന്ന, ഉള്ള വിശ്വാസവും കൂടെ കളയുന്ന ഒരു കാര്യവും ദൈവം സംസാരിക്കത്തില്ല. ദൈവം പറയുന്ന കാര്യങ്ങൾ എപ്പോഴും നമ്മളെ ബലപ്പെടുത്തുന്നതും പണിതുയർത്തുന്നതും തിരുത്തുന്നതും ശക്തീകരിക്കുന്നതുമായ കാര്യങ്ങളായിരിക്കും. അപ്പോൾ പാസ്റ്റർ, ഈ ഹൃദയരഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നതിനെ കുറിച്ച് പാസ്റ്റർ പറഞ്ഞത്, അത് വിരൽ ചൂണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു പ്രൊഫറ്റിക് മിനിസ്ട്രിയുടെ ആവശ്യകതയിലെ കുറിച്ചല്ലേ. കാരണം ഈ ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ ഈ നടക്കണം. കാരണം അനേകം തകർന്നു കിടക്കുന്ന വ്യക്തികളെ, കുടുംബങ്ങളെ ഉദ്ധരിക്കാനായിട്ട് കർത്താവിന് ഈ ശുശ്രൂഷ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതിലേക്കല്ലേ ഇത് വിരൽ ചൂണ്ടുന്നത്? 100% രുചിസ് സാറേ. അതിന് ഞാൻ യേശു കർത്താവിൻ്റെ മിനിസ്ട്രി തന്നെ എടുക്കുകയാണ്, യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ തന്നെ എടുക്കുകയാണ്. ഞാൻ ചില സമയത്ത് പറയാറുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പരീശന്മാർക്കുള്ള വിശ്വാസവിലും നമുക്ക് വേണോ? നമുക്ക് പരീശന്മാർക്കുള്ള വിശ്വാസവിലും വേണം. ഈ യേശു കർത്താവ് ശിമയോന്റെ വീട്ടിലിരിക്കുമ്പോഴേ, ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായം, ആ വീട്ടിലിരിക്കുമ്പോൾ ഒരു പാപിനിയായ സ്ത്രീ യേശുവിൻ്റെ കാൽക്കൽ വന്ന് ഇരുന്ന് കരയുമ്പോൾ ശിമയോൻ അവിടെ പറയുന്നുണ്ട് മനസ്സിൽ, ഇവനൊരു യഥാർത്ഥ പ്രവാചകനായിരുന്നെങ്കിൽ ഇവൾ എങ്ങനെ ഉള്ളവളെന്നും അവൾ ആരാണെന്നും ഇവന് മനസ്സിലാകുമായിരുന്നു. ഇപ്പോൾ ഒരു യഥാർത്ഥ പ്രൊഫറ്റിന് തൻ്റെ അടുത്തൊരാൾ വരുമ്പം അവരാരാണെന്ന് മനസ്സിലാവും. യഹൂദനായ അവരുടെ അന്നത്തെ കാലത്തെ പ്രൊഫറ്റുമാര്, ഒരു യഹൂദ പാരമ്പര്യത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ, ഒരു പരീശൻ, തോറ അറിയാവുന്ന, ന്യായപ്രമാണം അറിയാവുന്ന, ഈ പുസ്തകമൊക്കെ വായിച്ചിട്ടുള്ള ഒരാൾ പറഞ്ഞ കാര്യമാണ്. ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 39-ാം വാക്യത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്. ആ ക്ഷണിച്ച പരീശൻ പറയുകയാണ്, ഇവൻ പ്രവാചകനായിരുന്നെങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരാണെന്നും എങ്ങനെയുള്ളവളെന്നും അറിയുമായിരുന്നു. അപ്പം തോറ വായിച്ചിട്ടുള്ള, ന്യായപ്രമാണം അരച്ച് കലക്കി കുടിച്ച് പഠിച്ച, ബൈബിൾ അറിയാത്ത ആളല്ല അദ്ദേഹം, ഭക്തനാണ്. അന്നത്തെ കാലത്തെ പരീക്ഷ പ്രമാണിയാണ്. അദ്ദേഹം പറയുന്നു, യഥാർത്ഥമായൊരു പ്രോഫറ്റ്, യഹൂദനായ മനുഷ്യൻ പറയുന്നു, അവൻ്റെ അടുത്ത് ഒരാൾ വരുമ്പം അവൻ എങ്ങനെയുള്ള ആളാണെന്നും തൻ്റെ അടുത്ത് വന്നിരിക്കുന്ന വ്യക്തി ആരാന്നും അറിയും. പ്രവചനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അദ്ദേഹത്തിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെ ആ അണ്ടർസ്റ്റാൻഡിങ് വന്നേ? അദ്ദേഹത്തിന് ബൈബിളിൽ നിന്ന്, സാമുവേലിൻ്റെ കാലം തൊട്ട് മോശയുടെ കാലം തൊട്ടുള്ള തൻ്റെ പഠനത്തിൽ നിന്ന്, അനുഭവത്തിൽ നിന്നായി പറയുന്നു. ഒരു പ്രവാചകൻ യഥാർത്ഥമായും തൻ്റെ അടുക്കൽ വരുന്ന ഒരാളിനെ മനസ്സിലാക്കുന്നു, അവരുടെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് തിരിച്ചറിയുന്നു എന്നുള്ള കാര്യമല്ലേ പുള്ളി വ്യക്തമാക്കി. ഇപ്പം ശമരിയക്കാരി സ്ത്രീ, യേശു കർത്താവ് കിണറ്റുകരയിൽ നിൽക്കുന്ന സമയത്ത് വെള്ളം കോരാൻ അവൾ വന്നു. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു അവളെ നോക്കിയിട്ട് പറഞ്ഞു, 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല എന്ന് അവളോട് പറയുമ്പം, ആദ്യമൊക്കെ അവൾ യേശുവിനോട് പറഞ്ഞത്, നീ ഒരു യഹൂദനായിരിക്കെ ശമരിയക്കാരിയായ എന്നോട് വെള്ളം കുടിക്കാൻ ചോദിക്കുന്നത് എന്ത്? യഹൂദർക്കും ശമരിയർക്കും തമ്മിൽ സമ്പർക്കം ഇല്ലായിരുന്നു. അപ്പം ആ നിലയിൽ യേശുവിനെ കണ്ടുകൊണ്ടിരുന്ന ഒരു സഹോദരി പെട്ടെന്ന് 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല എന്ന് പറഞ്ഞതും അവൾ യേശുവിനോട് പറയുകയാണ്, നീ ഒരു പ്രവാചകൻ എന്ന് ഞാൻ അറിയുന്നു. യജമാനനെ, നീ ഒരു പ്രവാചകൻ. ആ റെസിസ്റ്റൻസ് മാറുകയാണ്. അപ്പോൾ അവളുടെ ജീവിത രഹസ്യത്തെ മറ്റ് പലർക്കും അറിഞ്ഞുകൂടാത്ത, ഒരിക്കലും ഒരു യഹൂദൻ അറിയാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യം യേശു അവളോട് പറഞ്ഞപ്പോൾ അവൾ, ആ സ്ത്രീ, യോഹന്നാൻ 4:19 പറയുകയാണ്, യജമാനെ, നീ ഒരു പ്രവാചകനെന്ന് ഞാൻ അറിയുന്നു. നമ്മുടെ അടുക്കൽ വന്ന് നിൽക്കുന്ന ഒരാളിനോട്, നീ ഡിവോഴ്സ്ഡ് ആണ്, നിന്റെ ഹസ്ബൻഡുമായിട്ട് നിനക്ക് പ്രശ്നമുണ്ട്,
ആ പ്രോബ്ലത്തെ കർത്താവ് പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നു പറയുമ്പം ചില ആളുകൾ ചിന്തിക്കും ഇതൊക്കെയാണോ പ്രവചനം? അങ്ങനെയാണെങ്കിൽ പിന്നെന്താ ആ സ്ത്രീ പറഞ്ഞത്? അതെ, സക്കായി എന്ന് പറയുന്ന മനുഷ്യനെ യേശു കണ്ടിട്ടില്ല. സക്കായി യേശുവിനെ കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ സക്കായി യേശു എങ്ങനെയുള്ളവനെന്ന് കാണാനല്ലേ മരത്തിന്റെ മേളിൽ കയറിയിരുന്നത്. സക്കായി യേശുവിനെ കണ്ടിട്ടില്ല, യേശുവും സക്കായിയെ കണ്ടിട്ടില്ല. മരത്തിന്റെ മൂട്ടിൽ വന്നിട്ട് യേശു ചോദിക്കുമായിരുന്നു, ബ്രദർ വാട്ട് ഈസ് യുവർ നെയിം, കം എന്ന് പറയുമായിരുന്നോ? അല്ല. ആ മരത്തിന്റെ മൂട്ടിൽ വന്ന് നിന്നിട്ട് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ അവന്റെ പേര് വിളിക്കുകയായിരുന്നു, സക്കായിയെ നീ ഇറങ്ങി വരാൻ പറഞ്ഞു. അവൻ ഞെട്ടിപ്പോയി കാണും. കാരണം യേശു അവന്റെ പേര് വിളിച്ച ഇറക്കുന്നേ. ഇവൻ എങ്ങനെ എൻ്റെ പേരറിയാം, എന്നെ എങ്ങനെ മനസ്സിലായി? ഇതാണ് എല്ലാ ആത്മീയരായിട്ടുള്ള ദൈവമക്കളും മനസ്സിലാക്കേണ്ടത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നിങ്ങളെ അറിയാം, നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസും അറിയാം. അതൊരു യഥാർത്ഥമായ ഒരു പ്രൊഫറ്റിക് ഗ്രേസിൽ നിൽക്കുന്ന ഒരു ദൈവപുരുഷന്റെ അടുക്കൽ വന്ന് നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുവാനും നിങ്ങളെ പണിതുയർത്തുവാനും നിങ്ങളെ ബിൽഡപ്പ് ചെയ്യാനും ദൈവത്തിന് അത് വെളിപ്പെടുത്തി കൊടുക്കാൻ കഴിയും. അതൊരു മനുഷ്യന്റെ കഴിവല്ല. ആ കഴിവ് ഉപയോഗിച്ച് ചെയ്യുന്നവർ കാണാം. അതുകൊണ്ട് ഒന്നും സാധിക്കത്തില്ല. ഈ ചില ആളുകളുണ്ട്, എന്തോ തന്നെ പറയുന്നത്, ഈ മെന്റലിസ്റ്റുമാരെന്നൊക്കെ പറയത്തില്ലേ, അവർ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് എൻ്റെ ചോദ്യം, അവരുടെ ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും? ഒരിക്കലുമില്ല. അവർ പൊട്ടിക്കരഞ്ഞ് ദൈവത്തെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കും? ഒന്നുമില്ല. ഡിമോണിക് റിലത്തിലുള്ള കാര്യം എപ്പോഴും ഒരു വ്യക്തിയെ ഡിസ്ട്രോയ് ചെയ്യുന്നതാണ്. സ്പിരിച്വൽ റിലത്തിൽ നിന്നൊരു കാര്യം റിലീസ് ചെയ്താൽ മാത്രമേ ആ വ്യക്തിയെ അപ്ലിഫ്റ്റ് ചെയ്യത്തുള്ളൂ, ആ വ്യക്തിയുടെ വിശ്വാസം വർദ്ധിക്കത്തുള്ളൂ, ക്രിസ്തുവിൽ ഉറപ്പിക്കത്തുള്ളൂ, ആ വ്യക്തി കർത്താവിനോട് പറ്റിച്ചേരത്തുള്ളൂ. പാസ്റ്റർ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു വ്യക്തിയെക്കുറിച്ചോ ഒരു കാഴ്ചയോ ഒരു പിക്ചറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കർത്താവിന് ആ വ്യക്തിയിൽ ഒരു കാര്യം ചെയ്യാനുണ്ട്. വെറുതെ ഒരു കാര്യം വെളിപ്പെടുത്തില്ല, അതിനകത്തൊരു ഒരു ഒരു പ്രവൃത്തി ആ വ്യക്തിയിൽ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് വെളിപ്പെടുത്തുന്നത്. ഉദാഹരണം, ഇപ്പം ഒരു പാസ്റ്റർ പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണം, ഒരാളുടെ അടുത്ത് ഇരുന്നപ്പം പെട്ടെന്നൊരു ഒരു കീ വെളിപ്പെട്ടു, അല്ലെങ്കിൽ ആ കീ കണ്ടു. പിന്നീട് ആ മനുഷ്യൻ പാസ്റ്ററെ വിളിച്ച് പറഞ്ഞത് വിശ്വാസം ഭയങ്കരമായിട്ട് വർദ്ധിച്ചു എന്നൊരു അപ്പോൾ ഒരു കാര്യം കർത്താവ് വെളിപ്പെടുത്തുന്നെങ്കിൽ ആ വിഷയം ഡീൽ ചെയ്യാൻ കർത്താവിന് ഇൻട്രസ്റ്റ് ഉണ്ട്, താല്പര്യമുണ്ട്, അത് സെറ്റിലാക്കാൻ കർത്താവിന് താല്പര്യമുണ്ട്. അതല്ലേ അതിൻ്റെ അർത്ഥം? തീർച്ചയായിട്ടും. ഒരു കാര്യം സ്പിരിറ്റ് തലത്തിൽ, ആത്മതലത്തിൽ റിവീൽഡ് ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിന്നെ അതിൻ്റെ പുറകിൽ സ്വർഗം പ്രവർത്തിക്കും, ദൂതന്മാർ പ്രവർത്തിക്കും. ഇപ്പം ജാതീയനായിരുന്ന കൊർന്നല്യോസ് എന്ന് പറയുന്ന മനുഷ്യൻ, അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ, 4 ഈ നേരത്ത് ഞാൻ വീട്ടിൽ 9 മണി നേരത്ത് പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശുഭ്രവസ്ത്രം ധരിച്ച ഒരു പുരുഷൻ എൻ്റെ മുമ്പിൽ വന്നു നിന്നു. അടുത്ത ഭാഗത്ത് എഴുതി, കൊർന്നല്യോസെ, ദൈവം നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ ധർമ്മം ഓർത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്ത വാക്യത്തിലേക്ക് പോകുമ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. നീ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന പേരുള്ള ശീമോനെ വിളിപ്പിക്കുക. ആളുടെ പേര് വെളിപ്പെടുത്തി കൊടുത്തില്ലേ? ലൊക്കേഷൻ, അവൻ കടൽപ്പുറത്ത് തോൽക്കൊല്ലനായ ഷീമോന്റെ വീട്ടിൽ പാർക്കുന്നു. ലൊക്കേഷൻ, പേര്, സ്ഥലം, പർപ്പസ്, ഇത് മുഴുവൻ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അഡ്രസ്സും ഫുൾ ഡീറ്റെയിൽസും എൻ്റയർ ദ ഡീറ്റെയിൽസും റിവീൽ ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെയാണ് അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യത്തിൽ കർത്താവിൻ്റെ അപ്പോസ്തലനായ ശിഷ്യനായ അനന്യാസിന് ശൗലിൻ്റെ ഡീറ്റെയിൽസ് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അനന്യാസ് എന്ന ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ, ആ വിഷൻ കാണുകയാണ്, അത് വിഷനിലാണ് കാണുന്നത്. അനന്യാസെ എന്ന് വിളിച്ചു. കർത്താവെ, അടിയൻ ഇതാ എന്ന് വിളി കേട്ടു. അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന്, എന്ന് വെച്ചാൽ ആ സ്ഥലത്തിൻ്റെ പേരാണ് ദ സ്ട്രീറ്റ് വിച്ച് ഈസ് കോൾഡ് സ്ട്രെയിറ്റ്. അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്, ആൻഡ് ഗോ ഇൻ ടു ദ സ്ട്രീറ്റ്. സ്ട്രീറ്റിന്റെ പേര് വിച്ച് ഈസ് കോൾഡ് സ്ട്രെയിറ്റ്, നേർവീതി. സ്ട്രെയിറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റിൽ നീ പോകണം. സ്ട്രീറ്റ് നെയിം കൊടുക്കുന്നു. അവിടെ ചെന്നിട്ട് യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്ന പേരുള്ളവനെ അന്വേഷിക്കും. പേര് വെളിപ്പെടുത്തി കൊടുക്കുന്നു. അവൻ പ്രാർത്ഥിക്കുന്നു. എന്നുവെച്ചാൽ കിലോമീറ്ററുകൾക്കപ്പുറത്ത് അവൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഇവിടെ പ്രാർത്ഥിക്കുന്ന അനന്യാസിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ഇപ്പോൾ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മളിത് വിശ്വസിക്കണ്ടേ? ഈ ദൈവം ഇപ്പോഴും പ്രവർത്തിക്കുന്ന ദൈവമല്ലേ? തീർച്ചയായും. ഇപ്പോഴും നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ദൈവമല്ലേ? ഇപ്പോഴും നമുക്ക് വിഷൻസ് തരുന്ന ദൈവമല്ലേ?
അപ്പോൾ അത് വിശ്വസിക്കാൻ നമുക്ക് കഴിയണം. സംശയിക്കാൻ വളരെ എളുപ്പമാണ്. ഇത് സംശയിക്കുന്നതിൻ്റെ പിറകിലെ കാരണം ഇത് ജെന്യൂൻ അല്ലാത്ത ഒത്തിരി കേസുകളുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എന്നാൽ ഇത് ദൈവം തരണം, ദൈവം പകരണം. ഈ ദൈവം തരണം, ദൈവം പകരണമെന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും ദൈവം വെളിപ്പെടുത്തണമെന്നില്ലല്ലോ. ദൈവം വെളിപ്പെടുത്തുന്നത് മാത്രമല്ല. സാറേ, അത് ചോദിച്ചതുകൊണ്ട് പറയാം, ഇതോടെ പറയാൻ നമുക്ക് നിർത്താൻ പറ്റില്ല. ഈ പ്രൊഫറ്റിക്കിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ഡ്രീംസ്, വിഷൻ, പ്രൊഫറ്റിക്, ഇത് 3 സെപ്പറേറ്റ് ചെയ്ത് പഠിക്കേണ്ടതാണ്. അന്ത്യകാലത്ത് ദൈവം പകരുന്ന 3 കാര്യങ്ങളുണ്ട്. സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, യൗവനക്കാർ ദർശനം കാണും, വൃദ്ധന്മാർക്ക് സ്വപ്നം ഉണ്ടാകും. പ്രൊഫറ്റിക്ക്, വിഷന് ആൻഡ് ഡ്രീംസ്, ഇത് 3 തലമാണ്. ഇപ്പോൾ ഈ അതിനകത്ത് ഏറ്റവും മെച്ചുവേർഡാണ് ഡ്രീംസ് എന്ന് പറയുന്നത്. സ്വപ്നങ്ങളും അതിൻ്റെ വ്യാഖ്യാനങ്ങളും നമുക്ക് മറ്റൊരു പോഡ്കാസ്റ്റിൽ എടുക്കാം. ഡ്രീംസ് ആണ് ഏറ്റവും മെച്ചുവേർഡ്. വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണുമെന്ന് പറയുമ്പോൾ കുറേ അപ്പച്ചന്മാരെല്ലാം കൂടെ സ്വപ്നം കാണുമെന്നല്ല അതിൻ്റെ അർത്ഥം. മെച്ചുവർട്ടി, ഡ്രീംസ് ഈസ് എ അതിനൊരു ഭയങ്കര മെച്ചുവർട്ടി ഉണ്ട് ഡ്രീമിന്. ഈ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും എന്ന് പറയുമ്പോൾ ഈ പ്രൊഫറ്റിക്ക് അത്ര എപ്പോഴും മെച്ചുവേർഡ് അല്ല. കൊരിന്ത്യർ സഭയോട് പൗലോസ് പറയുന്നുണ്ട്, അംശമായി മാത്രം നാം പ്രവചിക്കുന്നു, പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് മാറിപ്പോകുന്നു എന്ന് 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പ്രവചിക്കുമ്പോൾ എല്ലാം ഒന്നും പ്രവചിക്കാനൊന്നും പറ്റില്ല. ഇപ്പോൾ ഒരാളെ കുറിച്ച് നമ്മൾ പ്രൊഫസി പറയുമ്പോൾ അംശമായ ഏകദേശം ചില കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊഫസ് ചെയ്യാൻ പറ്റും. അല്ല, ഇപ്പം അത് ശക്തനായ പ്രവാചകനായ എലീശയുടെ അടുത്ത് പോലും പാസ്റ്റർ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ ഒരു കാര്യം, ശൂനേങ്കാരത്തി വന്നപ്പം അവൾ എന്തിനാണ് വന്നതെന്നുള്ളത് മനസ്സിലായിട്ടില്ല. അപ്പം അവൾ വന്ന് പ്രവാചകൻ്റെ കാൽക്കൽ വീഴുമ്പോൾ, കർത്താവ് എനിക്കത് മറച്ചിരിക്കുന്നു, എനിക്ക് അത് മനസ്സിലാകുന്നില്ല. അത്രയും വലിയൊരു പ്രവാചകൻ പറയുകയാണ്, കർത്താവ് എനിക്കത് മറച്ചിരിക്കുന്നു. അപ്പോൾ പ്രവാചകന്മാർക്ക് പോലും ദൈവം വെളിപ്പെടുത്താത്ത കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പം ചിലർ ചോദിക്കാറുണ്ടോ, എന്നാൽ പിന്നെ ഇങ്ങനെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ, എന്നാൽ പിന്നെ അതുകൂടെ അങ്ങ് വെളിപ്പെടുത്തുകൂടെ? അത് നമ്മളല്ലല്ലോ. അതെ, അല്ലേ? ദൈവമാണ് ചെയ്യേണ്ടത്. ഈ പ്രൊഫറ്റിക്കിനകത്ത് എല്ലാം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ ചില കാര്യങ്ങൾ ആ സമയത്തോടുള്ള ബന്ധത്തിൽ, അവരുടെ ലൈഫിനോടുള്ള ബന്ധത്തിൽ, അവരുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ, അത് അവരോട് ദൈവം കാണിക്കുന്ന കരുണയാണ്. നമ്മുടെ മുമ്പിൽ ആ പ്രാർത്ഥിക്കാൻ നിൽക്കുന്ന ആ കൂട്ടത്തോട്, ആ വ്യക്തിയോട് ദൈവത്തിൻ്റെ ഇടപെടില്ല. എന്നാൽ ചില സമയങ്ങളിലൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യും. ദൈവം ചിലത് ഇപ്പം ഇവർ പറയുക, പാസ്റ്റർ ഇതൊന്ന് പ്രാർത്ഥിച്ചിട്ട് പറയണം എന്ന് പറയുമ്പോൾ ദൈവം അത് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ആ സമയത്ത്. അപ്പോൾ അത് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പറയണമെന്ന് പറഞ്ഞാൽ നമ്മളാ പിന്നെ അവിടെ സ്ട്രഗിൾ ചെയ്യുന്നത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇതിപ്പോൾ ദൈവം പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ നിൽക്കരുത്. പിന്നെ പ്രവചിക്കാനോ അതിൻ്റെ പുറകിൽ സംസാരിക്കാനോ നിന്നാൽ നമ്മൾ പറയുന്നതും തെറ്റും, അത് കറക്റ്റ് ആകത്തുമില്ല, അത് ദൈവിക ഇടപെടലിലാകത്തുമില്ല. Thanks for watching Spiritual Talk with Pastor Tinu George.